അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ഭക്തന്മാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരുമായ നാരകത്തിൻകുഴി ദേശനിവാസികൾ, മഹത്വമാർന്ന കർത്താവിൻ്റെ വേലയിൽ രാവും പകലും അധ്വാനിക്കുന്ന വിലപ്പെട്ട ദൈവത്തിൻ്റെ ഭൃത്യന്മാർ, മീഡിയയിൽ കൂടി ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകർ, ഈ പന്തലിൻ കീഴിൽ ഉപോഷ്ടരായിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും സന്ധ്യയെങ്കിൽ ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന യോഗ പരമ്പരകളിൽ 3 രാത്രികളിൽ വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച ഇന്ത്യ പെന്തക്കോസ്റ്റൽ അസംബ്ലി, അവിടുത്തെ ദൈവകുഞ്ഞുങ്ങൾ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ബഹുമാന്യദാസൻ പാസ്റ്റർ വിജയൻ അവർകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ ഈ രാത്രി രേഖപ്പെടുത്തുന്നു. എല്ലാ മക്കളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി യോഗം ലീഡ് ചെയ്ത കർത്താവിൻ്റെ ദാസൻ, ഇത് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച ബഹുമാനപ്പെട്ട സുനിൽകുമാർ പാസ്റ്റർ, ഇന്ത്യ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ സീനിയർ ശുശ്രൂഷകനാം. ഏകദേശം 10 പതിറ്റാണ്ടുകളായി അദ്ദേഹവുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്. ഇന്ത്യ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പല മീറ്റിങ്ങുകളിലും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ ജനറൽ കൺവെൻഷനിലും ഞാൻ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന പാസ്റ്റർ DC ശാമുവേൽ പ്രായം ചെന്ന വളരെ അധ്വാനത്തിൽ എന്നും സുവിശേഷത്തിൻ്റെ രണാങ്കണത്തിലായിരിക്കുന്നു. ആ പിതാവിനെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. സ്റ്റേജിലായിരിക്കുന്ന വളരെ സീനിയറായിരിക്കുന്ന ലൂക്കോസ് പാസ്റ്റർ, 10-15 കൊല്ലത്തിനായി വളരെ ആത്മീയ സ്നേഹമുള്ള ലൂക്കോസ് പാസ്റ്റർ എവിടെ യോഗമുണ്ടെങ്കിലും വരികയും അവരുടെ ശാലയും ഗോസ്പൽ ടീമിൻ്റെ എവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിലും വഴിവെക്കിലായാലും കമ്പോളത്തിലായാലും എവിടെയും എങ്ങനെ എന്നെ വിളിച്ച് ഒരു ദിവസമെങ്കിലും പ്രസംഗിപ്പിക്കും. വളരെ സ്നേഹമുള്ളവരാ. നെടിയാങ്കോട് IPയുടെ സജി പാസ്റ്റർ ഇവിടെ ആയിരിക്കുന്നു. ബഹുമാനപ്പെട്ട ചന്ദ്രൻ പാസ്റ്റർ മൈലക്കരയും പൂഴനാട് ഇവിടെ എല്ലാം പ്രസംഗിക്കുമ്പോൾ വന്ന് സഹകരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഇവിടെ ആയിരിക്കുന്നു. നല്ല ഗാനങ്ങൾ പാടി സഹായിക്കുന്ന ബഹുമാനപ്പെട്ട ജിമ്മി സാറും കുഞ്ഞുങ്ങളും, കൊല്ലങ്ങളായി സഹോദരങ്ങളെപ്പോലെ ഞങ്ങൾക്ക് പാട്ട് പാടുവാനും ഒരുമിച്ച് ആഹാരം കഴിപ്പാനും വെള്ളം കുടിപ്പാനും ഒക്കെ വളരെ നല്ല രീതിയിൽ സഹകരിച്ചൊരു കുടുംബ ജിമ്മി സാറും കുഞ്ഞുങ്ങളും പിന്നെ മക്കളും എന്നോടൊപ്പം അനവധി സ്റ്റേജുകളിൽ കർത്താവിനെ ഉയർത്തുവാൻ ആ കുഞ്ഞുങ്ങളെ ദൈവം ഇടയാക്കുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ചെങ്കവിളയിൽ കൃപാസനത്തിൻ്റെ കൺവെൻഷനും പ്രിയ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആയിരങ്ങളുടെ നടുവിൽ കർത്താവിനെ പാടുവാനും ഉയർത്തുവാനും ഈ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവിനെ ഉയർത്തണമെന്ന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരും എൻ്റെ മാന്യ സ്നേഹിതര, പുഷ്പരാജ് സാറുകൊണ്ട് വിട്ടിരിക്കുന്ന സഹോദരിമാരും എല്ലാവരും എൻ്റെ സ്നേഹിതർ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി 10 വാക്യങ്ങളായിരിക്കും. മത്തായി സുവിശേഷം തുടങ്ങി വെളിപ്പാട് പുസ്തകത്തിലേക്കുമ്പോൾ ദാനിയേൽ പ്രവചനവുമായിരിക്കും. 6 വാക്യങ്ങൾ കഴിയുമ്പോൾ നിർത്തും. ഒരു 4 വരി പാട്ട് പാടുമ്പോൾ കാണിക്കെടുക്കും. 4 വാക്യം കൂടെ വായിച്ച് വളരെ നേരത്തെ യോഗ അവസാനിപ്പിക്കും. നാളെ ഒരു 7:20 മെസ്സേജ് തുടങ്ങും. ഇച്ചിരി നേരത്തെ ദൈവനാമത്തിൽ നിങ്ങൾ വരണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ കൺവെൻഷൻ ഇന്ന് 8 മണി, പ്രസംഗം 9 മണിക്ക് തീരും. സന്തോഷമില്ലല്ലോ. അത് കാണികളും വരുന്ന 8 മണിക്കേ വരത്തുള്ളൂ, പ്രേക്ഷകരും വരുന്നത്. മെസ്സേജ് എപ്പോൾ തുടങ്ങും അപ്പം നമ്മൾ കാണും. സ്വത്രം അങ്ങനെ ആകരുത്. വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാണ്. ഇനി ഈ ഭാഗത്ത് പ്രസംഗിക്കുക ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു സ്വത്രം. ബാക്കിയെല്ലാം തീർത്തു വെച്ചതാ സ്വത്രം. ഈ വഴി നാരകത്തിൻ കൂടി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം ഇവിടെ ആടുപള്ളിയിലും പന്തയിലും. പണ്ട് ഞാൻ പ്രസംഗിച്ച സ്ഥലത്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് ഞാൻ പ്രസംഗിച്ചത് സ്ഥലത്തായിരുന്നു ദി പെന്തക്കോസ്റ്റ് മിഷൻ നിൽക്കുന്നത്. സന്തോഷമില്ലല്ലോ. ഞാൻ പ്രസംഗിച്ച സ്ഥലം ഇന്ന് TPMൻ്റെ പെയ്ത്തോമായി സ്വത്രം. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിച്ച് ഇനി ഈ വഴിത്താരേ ഉള്ളായിരുന്നു. കർത്താവ് ഈ തലമുറയിൽ വരാൻ പോകുന്നു. അതുകൊണ്ട് സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി പലരും വിചാരിക്കും ചില്ലറ കൈസ കിട്ടിയുകൊണ്ട് നാട്ടുകാരെ പൊലിമയും തലിമയൊക്കെ കാണിക്കാൻ. അതൊന്നുമല്ല സുവിശേഷ മഹായോഗം. 5 കാര്യങ്ങളാണ് സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രത്യേകത. 1, ഈ നാരകത്തിന് കൂടിയിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാന്തൻ്റെ വരവിൽ എടുക്കപ്പെടണം. 3, ദേശത്ത് സമാധാനമുണ്ടാകണം. 4, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. 5, ഈ പട്ടണം യഹോവയാൽ വിടുവിക്കപ്പെടണം. അതിനുവേണ്ടി ദൈവം ഏൽപ്പിച്ച ദൗത്യമാ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ഈ രാത്രിയും വചനം കിട്ടാതെ പോകുന്ന ഒരു കാലം വരാൻ പോകുന്നു. 1-2 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ട്
മത്തായി സുവിശേഷത്തിലേക്കും വെളിപ്പാടിലേക്കും. സുന്ദരമായ ലോകം 7 വൻകര: ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. 262 രാഷ്ട്രങ്ങൾ, 198 പൂർണ്ണ രാജ്യങ്ങൾ, ബാക്കി ദ്വീപുകൾ. 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ. 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിവെട്ടിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ 1ാമത്തെ ജനസാന്ദ്രതയുള്ള പട്ടണമായി 145 കോടിയിലേക്ക് കടക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിന് എന്ത് ഭവിക്കും? സുന്ദരമായ ലോകം കണ്ടുപിടുത്തങ്ങളുടെ പെരുമഴയും മനുഷ്യൻ വളരെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിചാരിതമായി നിങ്ങൾ കണ്ടു, 2 വർഷങ്ങൾക്ക് പിറകിൽ എല്ലാവരും വീട്ടിലായിരുന്നു. 2020 മുതൽ ഇന്ത്യയിലും 2 വർഷം ഒരു വൈറസ്. 2019 ഒക്ടോബർ മാസം ചൈനയിലെ വുഹാനിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, 15 രൂപയുടെ സോപ്പിൻ്റെ കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് ലോകത്തിൻ്റെ താളഗതികളെ മുഴുവൻ മാറ്റി. 2 വർഷം പിറകിൽ കള്ളിക്കാടും മൈലക്കരയും അമ്പൂരിയും വാഴിച്ചില കൂട്ടപ്പും എല്ലാം കണ്ടൊരു കാര്യമുണ്ട്. എവിടെ തൊട്ടാലും വൈറസ്. നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, അന്യോന്യം കൈ കൊടുത്താൽ വൈറസ്, ഇടുന്ന ഡ്രസ്സ് പോലും പേടിച്ച് മനുഷ്യനിട്ട ഒരു കാലം. അവിടെയെല്ലാം വൈറസ് കടന്നപ്പോൾ ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്നും നമ്മുടെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും വചനവുമായി നിങ്ങൾ കടന്നു വന്നത്. ഇനി കുഞ്ഞുങ്ങളെല്ലാം നാട്ടുകാരും വീട്ടുകാരും എല്ലാം ശ്രമിക്കാം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ 100 വർഷത്തിൽ ഒരു മഹാവ്യാധി വരും. എവരി 100 years coming a pestilence all over the world. അതിനാസ്പദമായി 1800 മനുഷ്യകുലത്തെ മുച്ചൂടും മുടിച്ചുകൊണ്ട് ആയിരങ്ങളെ മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിലേക്ക് വലിച്ചു വിട്ടിയ ഒരു മഹാവ്യാധിയായിരുന്നു പ്ലേഗ് കഴിഞ്ഞ് ലോകം സമാധാനത്തിലിരുന്നു. 117 വർഷം കഴിഞ്ഞപ്പോൾ 3 സംഭവങ്ങൾ കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ. അതിലൊന്നാമതായി 1917 വീണ്ടും ഒരു മഹാവ്യാധി വന്നു. അതിൻ്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. അത് കഴിഞ്ഞ് 1917 രണ്ടാമത്തെ സംഭവം നടന്നു. ആദ്യമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരുന്നത് 1917. അതിൻ്റെ നേതാക്കളാരാ? പല ഞങ്ങളുടെ സഹാക്കൾക്കും അറിയത്തില്ല ആരാ നേതാക്കളെന്ന്. അവർക്കും കേൾക്കാം. കാറൽ മാർക്സ് എന്ന യഹൂദന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. കൂടെ വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ഫ്രെഡറിക് എംഗൽസ്. അവരുടെ മുദ്രാവാക്യമാ 1917 മെയ് മാസം 1-ാം തീയതി സോവിയറ്റ് യൂണിയൻ്റെ പട്ടണമായി മോസ്കോയിൽ തൊഴിലാളി സഹാക്കൾ വിളിച്ചു, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ചു ശക്തരാകുവേ. ആ റാലിയ റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് ഇന്നും റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. 1917 മെയ് 1. അതുകൊണ്ട് ഇവിടെ എല്ലാം പോസ്റ്റോട്ടേക്ക് ലോക തൊഴിലാളി ദിനം. 1917 3ാമത്തെ സംഭവം നടന്നു. പീലാത്തോസിൻ്റെ അരമനയിൽ യഹൂദൻ നിലവിളിച്ചു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്നു ഭവിക്കട്ടെ. അങ്ങനെയെങ്കിൽ യഹൂദൻ്റെ നിലവിളിയുടെ നടുവിൽ കൊച്ചി, മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ അവർ ചിതറി. അവർ ആദ്യമായി മടങ്ങി വരുന്നത് 1917 നവംബർ 11 രാത്രി 11 ആ വിളംബരത്തിൻ്റെ പേര് ആർതർ ബാൽബോർഡ് ഡിക്ലറേഷൻ. ഇത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രേംരാജ് സാറൊക്കെ പഠിപ്പിച്ച ഒരു സംഭവമായിരിക്കും. ഇവിടെ പോയവർക്കെല്ലാം അറിയാം. ഡിഗ്രിയുടെ ഒരു സബ്ജക്റ്റിൽ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. യഹൂദൻ്റെ മടങ്ങി വരവ് 1917 നവംബർ 11 രാത്രി 11 കർത്താവിൻ്റെ വരവിൻ്റെ 3 ലക്ഷണങ്ങൾ. ഇന്നലെ മനഞ്ഞാന്നുമല്ല തുടങ്ങിയത്. 1917 1 മഹാവ്യാധി, 2 യഹൂദൻ മടങ്ങി വരുന്നു, 3 റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. 102 വർഷം വളരെ മാന്യമായി പോയി. 2019 ചൈനയിൽ നിന്ന് 1 ഗ്രാം വൈറസ് ഇറങ്ങി. ഇത് അവസാനിച്ചിട്ടില്ല. ആദ്യം തുടങ്ങിയത് നോവൽ കൊറോണയാണ്. പക്ഷേ ഇവിടെ പൂഴനാട് വരെ വന്നെത്തിയത് മണ്ഡപത്തിൻ കടവ് ഒമിക്രോൺ വരെ നാം കണ്ടു. പക്ഷേ ഇത് അവസാനിച്ചിട്ടില്ല. ഇന്ന് മനസ്സിലാക്കണം, അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും ഇപ്പോഴും ഇത് വ്യാപരിക്കുന്നു. അതിൻ്റെ പേര് JN2. 10 ദിവസത്തെ പനി, മരണസംഖ്യ കുറവ്. അപ്പോൾ ഇന്ത്യയിലും JN1 ICMR. അതുകൊണ്ട് ഈ കോവിഡ് കാലത്ത് പലരും മാസ്ക് വെച്ച് വോട്ട് ചെയ്യാൻ വന്നത്. ചിലർ വീട്ടിൽ കൊണ്ടുപോയി ബാലറ്റ് കൊടുത്തതല്ലേ കോവിഡ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ബൈബിളിനകത്തുണ്ടോ ഇത് ഒരു വലിയ സംഭവമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉലൂമല പ്രഭാഷണത്തിൽ അവസാന ദിനങ്ങളെ പറ്റി നാഥൻ ഉലൂമല ശിഷ്യന്മാരോട് സംവദിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം അവിടെ പറയുന്നുണ്ട്. ഇന്ന് രാത്രി അത് തന്നെ ചിന്തിക്കുമ്പോൾ മത്തായി 24-21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളിൽ ഉണ്ടാകും. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിങ് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് അറ്റ് ടെററൈസ് ദ ഹ്യൂമൻ കിങ്ഡം വാച്ചിങ് എ സൈമൾട്ടേനിയസ് പെസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. ഇന്ന് വരെ കാണാത്തൊരു മഹാവ്യാധി ലോകത്തിൽ വരും. കോവിഡ് സാധാരണ സംഭവമല്ല. കോവിഡിൻ്റെ മറവിൽ കർത്താവിൻ്റെ വരവിൻ്റെ 30 തലങ്ങൾ. 2 കാര്യം തൊട്ടുവച്ചു വചനത്തിലേക്ക്. 1ാമത്തെ സംഭവം, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശത്തിൻ്റെ ശ്രേണികളിലേക്ക് ഇന്ത്യ കടന്നു കയറി. 2023 നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നിർണായകമായ ദൗത്യം ഇന്ത്യ ഏറ്റെടുത്ത് 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ പിടിക്കുവാൻ ഇന്ത്യ ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങളുമായി ചന്ദ്രനിലേക്ക് വിട്ടു. അതിൻ്റെ ഏറ്റവും നിർണായകമായി വലിയൊരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. 36 ഉപഗ്രഹങ്ങളെ അവിടെ ഇറക്കി
അതിനുശേഷം ഉപഗ്രഹത്തിൽ നിന്ന് ഒരുവൻ മാറി. ആ ക്യാമറയുടെ പേര് വിക്രം ലാൻഡർ. ഇന്ന് രാത്രിയും ചന്ദ്രൻ്റെ പടങ്ങൾ മുഴുവൻ ഇന്ത്യക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. 15 കോടി കിലോമീറ്റർ കത്തിപ്പഴിക്കുന്ന സൂര്യനെ പഠിക്കുവാൻ അതിൻ്റെ പുറകെ രണ്ടാമത്തെ പരിപാടി ഇന്ത്യ കൊണ്ടുവന്ന ഗഗൻയാൻ. അതിനുവേണ്ടി ആദിത്യ-3 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തെ വിക്ഷേപിച്ചു കഴിഞ്ഞു. കന്യാകുമാരി വണ്ടി കളിക്കാവളയിലിട്ട് ചായ കുടിക്കുന്ന പോലെ 15 ലക്ഷം കിലോമീറ്റർ കടന്നിട്ട് അവൻ അവിടെ നിന്ന് മധ്യാകാശത്തിൽ പടമെടുത്തുകൊണ്ടിരിക്കുന്നു. 3 ഇവിടുത്തെ ജോഗ്രഫി ഫിസിക്സ് ടീച്ചേഴ്സ്, ഇവിടെ പൂടിനാകട്ടെ, മൈലക്കരയാവട്ടെ, കള്ളിക്കാടാവട്ടെ, അമ്പൂരി സ്കൂളിലാകട്ടെ, അവിടെ +2-ലും 10-ലും ഉള്ള അധ്യാപകരുടെ മൊബൈലിലും ഒരു നോട്ട് വന്നു കഴിഞ്ഞു. ആ ഫിസിക്സ് ജോഗ്രഫി ടീച്ചേഴ്സിൻ്റെ മൊബൈലിൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വളരെ സംഭവം. 5.25 കോടി കിലോമീറ്റർ കത്തുന്ന ചൊവ്വയിലേക്ക് കടക്കാൻ മനുഷ്യൻ തയ്യാറെടുക്കുന്നു. മാർസ് 1, അതിൻ്റെ പേരാ മാർസ് 1. പാലക്കാടുകാരി 2 പെൺപിള്ളേർ ലേഖയും ശ്രദ്ധയും ഈ വരുന്ന വഴിയിൽ പൂജപ്പുര സ്വദേശി രാകേഷും തയ്യാറെടുക്കുന്നു. അതിൻ്റെ തുടക്കമായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടു, ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷക സുനിത വില്യംസ് നേരെ മേളിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ പോകാൻ പോകുന്നത് ചൊവ്വ. മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് മൈക്രോചിപ്പ് വെച്ച് യഹൂദനായ എലോൺ മസ്ക് പറയുന്നു, പണം തന്നാൽ ഞാൻ ചൊവ്വയിലേക്ക് വിടാം. മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക്. 4-മത്തെ സംഭവം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ബാംഗ്ലൂർ ISROയിൽ ചെന്നു. എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും പിടിച്ചു കൂട്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ ഇന്നത്തെ ISROയുടെ ചെയർമാൻ നമ്മുടെ ആലപ്പുഴക്കാരൻ സോമനാഥ് സാർ, സ്വോത്രം, അദ്ദേഹത്തിൻ്റെ പിറകിലിരിക്കുന്ന ഒരു പെന്തിക്കോസുകാരിയാണ്. പലർക്കും അതറിയത്തില്ല. അവർ ചാരാച്ചർ ഇന്ന പെന്തക്കോസ് മിഷനിൽ ഒരു ശാസ്ത്രജ്ഞയാണ് ഈ ബഹിരാകാശത്തിൻ്റെ കാര്യങ്ങൾ ISROയോട് ചേർന്ന് ചെയ്യുന്നത്. അവർ രണ്ടുപേരോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ശൂന്യാകാശത്തിൽ നമുക്കൊരു ബേസ് സ്റ്റേഷൻ വേണം. നാടൻ മലയാളം പറഞ്ഞാൽ വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ്. ശൂന്യാകാശത്തിൽ നമുക്കൊരു സ്റ്റേഷൻ വേണം. പറഞ്ഞത് ഞങ്ങളല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1 സൂര്യൻ, 2 ചന്ദ്രൻ, 3 ചൊവ്വ, 4 മധ്യാകാശത്തിലേക്ക് മനുഷ്യൻ ബേസ് സ്റ്റേഷനുമായി യാത്രയാകാൻ പോകുന്നു. വിശുദ്ധ ബൈബിളിൽ കോവിഡാനന്തര ലോകം ലൂക്കോസ് 21-25 സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതിനോടനുബന്ധിച്ച് ഒരു വാക്കുകൊണ്ട് ഉപദേശിമാരും പ്രസംഗിക്കത്തില്ല. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. എന്നും മനോരമയിൽ കടൽ കരയെ പിടിക്കാൻ തയ്യാറെടുക്കുന്നു. ശംഖുമുഖം, പൂവാറും വിഴിഞ്ഞവുമെല്ലാം പ്രിയപ്പെട്ടവരുടെ ഭിത്തിയും കലവും പാത്രവും എല്ലാം കൂടെ എന്തോ ഇത് കടൽ കൊണ്ടുപോയി. ആ പ്രതിഭാസത്തിൻ്റെ പേരാ കള്ളക്കടൽ, കള്ളിക്കടൽ. 6 മീറ്റർ അഥവാ ഉള്ളിലോട്ട് തിരമാല കയറാൻ പോകുന്ന അന്ത്യദിനമായി കഴിഞ്ഞു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം. അങ്ങനെയെങ്കിൽ ഇതെല്ലാം കർത്താവിൻ്റെ വരവിനെ കാണിക്കുന്നു. ലൂക്കോസ് 21-25. 2-മത്തെ സംഭവം, ശാസ്ത്രലോകം ഇന്ന് വളരെ വളർന്നു കഴിഞ്ഞു. പഴയ കാലമല്ല, വണ്ടിയുടെ സ്പെയർ പാർട്ട് മാറ്റുന്നത് പോലെ ഇന്ന് മനുഷ്യൻ്റെ അവയവം മാറ്റുന്ന, കണ്ണ് മാറ്റുന്നു, മുട്ട് മാറ്റുന്നു, ഹൃദയം മാറ്റുന്നു, പാൻക്രിയാസ് മാറ്റുന്നു, കരളൊക്കെ പടപട അറുത്ത് വെച്ച തിരുവനന്തപുരത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ കാലം തീരാറായി. 2 വർഷം മുമ്പ് പലയിടത്തും ഞങ്ങളൊക്കെ പറഞ്ഞ, പക്ഷേ ഞങ്ങളും വിചാരിച്ച് നടക്കത്തില്ലെന്ന്. ഇപ്പോൾ ഇറ്റലിക്കാരനായ ഒരു ശാസ്ത്രജ്ഞൻ തയ്യാറെടുക്കുന്നത് സർജിയാവോ കൊറോണ. അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. മനുഷ്യൻ്റെ തലയറുത്ത് വെച്ച് ഞങ്ങൾ 13 ഡോക്ടർമാർ പുതിയ തല ഫിറ്റ് ചെയ്യാൻ തയ്യാർ. കിടക്കുന്ന കാര്യം, മനുഷ്യൻ്റെ തലയറുത്ത് വെച്ചിട്ട് വേറൊരു മനുഷ്യൻ്റെ തല ഫിറ്റ് ചെയ്യും, വെന്റിലേറ്റർ വഴി ശ്വാസം കൊടുക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പൂച്ചയുടെ തല മാറ്റിയെന്ന് പറയുന്നു, എലിയുടെ തല മാറ്റിയെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ റഷ്യക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ, മസ്തിഷ്ക രോഗം ബാധിച്ച് തലയിണങ്ങാത്ത ഒരുവൻ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു, എൻ്റെ തല ആരെ തലയെങ്കിലും വെച്ച് എന്നെ ഒന്ന് രക്ഷിക്കാൻ. ഡോക്ടർ അവനോട് പറഞ്ഞു, ഉറപ്പായിട്ട് നിൻ്റെ തല മാറ്റി വെത്ത് തരാം. ഇപ്പോൾ ആകെ ഡോക്ടറിന് പേടിയതേ ഉള്ളൂ, അച്ചാമ്മയുടെ തല അവറാച്ചാന് വെക്കാൻ പറ്റുമെന്ന്. ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. തലയറുത്ത് മറ്റൊരു മനുഷ്യൻ്റെ തല വെക്കുന്നു. അതിൻ്റെ പേര് നിങ്ങളുടെ മൊബൈൽ അടിച്ചാൽ ഹെഡ് ട്രാൻസ്പ്ലാന്റിങ് നടക്കാൻ പോകുന്നു. 4 വർഷം പോലും വേണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഒരിക്കൽ കൂടി വിശുദ്ധ ബൈബിളിലെ പ്രവചനങ്ങൾ കോവിഡിൻ്റെ മറവിൽ കാണുമ്പോൾ ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ നാഥൻ വരുമെന്ന് തിരുവചനം കരങ്ങളിലെടുത്ത ദൈവമക്കൾ, അകത്തളത്തിനകത്ത് രക്ഷയുടെ ദൂത് കയറിയ ദൈവമക്കൾ, ഇന്ന് രാത്രി ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ നമ്മുടെ കണ്ണിന് മുൻപിൽ കാണുമ്പോൾ ഇന്ന് രാത്രി രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്ന ദൈവമക്കൾ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യ
ആകാശത്തിൽ വെളിപ്പെടാറായി. പൂരനാടെ മൈലക്കരെ നരകത്തിൻ കുടിയേ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം മത്തായി സുവിശേഷം. എല്ലാവരും ബൈബിൾ തുറന്നാട്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3, 4, 5. എല്ലാവരും ബൈബിൾ തുറന്നാട്ട് വായിച്ചാണ് മക്കളെ. മത്തായി 24, 3, 4, 5 വാക്യങ്ങൾ. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ, യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. ശിഷ്യന്മാർ മാത്രം, പുരുഷാരൊന്നുമില്ല, ശിഷ്യന്മാർ തനിച്ച് യേശുവിന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും. അപ്പൊ ബൈബിളിൽ 2 കാര്യമുണ്ട്. യേശു മടങ്ങി വരും, ലോകം അവസാനിക്കുന്നു. പല പെന്തിക്കോസ്തുകാർക്കും അറിയത്തില്ല ഇത് രണ്ടും ഉണ്ടെന്ന്. സ്വോത്രം. നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. തരണമെന്ന് അപേക്ഷിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത്, കറക്റ്റ് ബൈബിള്. ഞാൻ ഉത്തരം പറഞ്ഞാൽ നാട്ടുകാർ പറയും തെറ്റാന്ന്, സുനിൽ പാസ് പറഞ്ഞാലും തെറ്റാന്ന് പറയും, ലൂക്കോസ് പാസ് പറഞ്ഞാലും തെറ്റാന്ന് പറയും. അതുകൊണ്ട് യേശു ഉത്തരം പറഞ്ഞു. അവനെ വായിക്കാൻ എന്താ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അടുത്തത്, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കുന്നവർ അന്ത്യകാലത്തും എഴുന്നേൽക്കും. വിശ്വസ്തയോടെ ഇന്ന് രാത്രി ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. ലഭിക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ഒരു നിമിഷം കണ്ണുകളെ മൂടാം. മഹത്വവാനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇന്ന് രാത്രി കർത്താവിന്റെ കരം ഇതിനകത്ത് വെളിപ്പെടും. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല ദൈവം, ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്ന പ്രിയ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ജനത്തിനങ്ങൾ ഇന്നത്തെ കാലത്ത് വലിയ സന്തോഷമില്ല. സഹോദര സഹോദരി, കർത്താവിനെ കണ്ട് വലിയ വീട് തന്നിട്ടോ കാറ് തന്നിട്ടോ അല്ല. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിന് വീഴ്ചയിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ചു. 45-കാരനും 40-കാരനും അമ്പൂരിയിലും കള്ളിക്കാട് പീരണക്കാവും പട്ടകുളത്തും ചെറുപ്പക്കാർ പടപട ബുള്ളറ്റിനകത്ത് പോയവർ ഇന്ന് മരണത്തിന്റെ കണിക്കകത്ത്, സെമിത്തേരികൾക്കകത്ത്, കല്ലറയ്ക്കകത്ത് കിടക്കുമ്പോൾ ഇന്ന് രാത്രി ആ പ്രായത്തിന്റെ നടുവിൽ കോവിഡ് വന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിച്ച കർത്താവിന് കോടാനുകൂടി സ്വോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നത്? 83,000 പേരാ കൊച്ചു കേരളത്തിൽ ഇവിടെ തകർന്നു പോയത്. 12 അടി താഴ്ചയിലേക്ക് പലരുടെയും ശവശരീരം വലിച്ചിട്ടു. പലരുടെയും ശവശരീരം മണ്ണെണ്ണയിൽ ഡീസൽ മുടിച്ച് കത്തിച്ച് കളഞ്ഞു. ബന്ധുക്കൾക്കും ചെറുപ്പക്കാർക്കും നാട്ടുകാർക്ക് സ്വന്തം അപ്പനെ കാണാൻ പറ്റില്ല. കൂടെ സഞ്ചരിച്ച ഭാര്യയ്ക്ക് ഭർത്താവിനെ കണ്ടൊരു അന്ത്യ ചുംബനം കൊടുക്കാതെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവൾ ഇന്ന് രാത്രിയും ജീവനുള്ളവരുടെ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്ന് കാത്തു പരിപാലിച്ച ദൈവത്തിന് കോടാനുകൂടി സ്വോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? വലിയ വീട് തന്നിട്ടില്ല, കാർ തന്നിട്ടില്ല. പലരും ഇന്ന് ആശുപത്രി കിടക്കുന്നു, ചിലർ വെന്റിലേറ്റർ എടുത്ത് കിടക്കുന്നു. അടുത്ത ദിവസങ്ങൾ സർജറിക്ക് പലരും തയ്യാറാകുന്നു. അതിൻ്റെ നടുവിലും ബലഹീനമായ എന്നെ താങ്ങിയ കർത്തർക്ക് മഹിമയായി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവകരം ഇതിനകത്ത് വെളിപ്പെടട്ടെ. നയിൻ്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ പ്രത്യേകത, അവളുടെ ഒരു പ്രിയപ്പെട്ട ഭർത്താവ് ജീവിതത്തിൻ്റെ ആശയങ്ങളുടെയും ആശകളുടെയും നടുവിൽ വെച്ച് തൻ്റെ പ്രിയപ്പെട്ടവൾ മരണത്തിൻ്റെ ചുഴിയിലേക്ക് മാറിയപ്പോൾ ആകെ പ്രത്യാശ അവളുടെ പൈതല 9 മാസവും 9 ദിവസവും 9 വിനാഴികയും നൊന്ത് പ്രസവിച്ച പൈതലിന് മോഹ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞും മരണപ്പെട്ടു. പാട്ട് പെട്ടി മേടിക്കാൻ കാശ് കൊടുത്തു, സെമിത്തേരി കുഴിവെട്ടാൻ കാശ് കൊടുത്തു. അമ്മയുടെ അകത്ത കണ്ണുനീർ കണ്ട ഒരുവനുണ്ട്, സർവശക്തനായ ദൈവം. പെട്ടി ചുമന്നവന് വിഷയമില്ല, നാട്ടുകാർക്ക് വിഷയമില്ല, ഹല്ലേലൂയ സെമിത്തേരി കുഴി കുടിക്കുന്നവനും വിഷയമില്ല. പക്ഷേ ആ പ്രിയ മകന്റെ ഡെഡ് ബോഡിയുമായി സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആ അമ്മയുടെ കരച്ചിലിന് നടുവിൽ ഒരുവൻ വന്നു. വിലാപങ്ങളെ നൃത്തമാക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ആ മകൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഞങ്ങളുടെ നാഥന്റെ കരം ആ ശവമഞ്ചത്തിനകത്ത് ചേതനയറ്റ കുഞ്ഞിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങിയപ്പോൾ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങിയെങ്കിൽ, അവന്റെ രക്തത്തിന്റെ അളവുകൾ മാറിയെങ്കിൽ, അവന്റെ ഹാർട്ടുകൾ ചലിക്കുവാൻ തുടങ്ങിയെങ്കിൽ, ഈ കൺവെൻഷൻ കൂട്ടങ്ങളുടെ പ്രഥമ രാത്രി പറയണ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ എൻ്റെ നാഥന്റെ കരമിറങ്ങി വന്ന രാത്രി ചലിക്കാത്തതിനെ ചലിപ്പിക്കുക, ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചുളവാക്കുന്ന സകലത്തിന് ജീവൻ കൊടുക്കുക. ചില മരിച്ച ജീവിതങ്ങൾ ശവപ്പെട്ടിക്കകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന പോലെ ഇവിടെ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില തകർന്ന ജീവിതങ്ങൾ കരങ്ങൾ ഉയർത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ അപ്പച്ചന്റെ തിരുക്കരങ്ങളിൽ തരുന്നു. കരുണാമയനും നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതെന്റെ പർദീസ
മേശയിൽ തൻ്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്നു കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി ആണ്ടവരിൻ വല്ലമായ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ തൂവയാവി ഈ പട്ടണത്തിൽ ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറുക, ദുഃഖത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ ദുഃഖങ്ങൾ മാറുക, പ്രയാസത്തോടെ വന്ന മക്കളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഈ രാത്രി മുതൽ ചലിക്കുന്ന രാത്രിയാകട്ടെ. അപ്പാ, ദേശത്തിന് മഴ ആവശ്യമാണ്. 6 മുതൽ 10 വരെ ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു കുട നിവർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺവെൻഷന് കൊണ്ടുവരുക. മഹാദൈവം ഈ പട്ടണത്തോട് കരുണ കാണിക്കണം. യോശുവയുടെ കണ്ണിന് മുമ്പ് സൂര്യനെ ചന്ദ്രനെ അയ്യാലോറിലെ ഗിബെയോനിൽ നിർത്തി ആദിമ സഭയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവത്തിന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണം. ഇതിന്റെ പിൻപിലായിരിക്കുന്ന കുടുംബം, ദൈവമക്കൾ എല്ലാവരും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാത്രി മുതൽ തുടങ്ങുന്ന യോഗത്തിൽ ചില പിന്മാറ്റക്കാർ യേശുവിനെ കാണുക, ആത്മഹത്യ കൊതിക്കുന്ന കുഞ്ഞുങ്ങൾ വീട്ടിനകത്ത് കരമുയർത്തുക, മദ്യപിക്കുന്ന കുഞ്ഞുങ്ങൾ മദ്യക്കൊപ്പി വലിച്ചെറിഞ്ഞ് നാഥനെ രക്ഷിതാവായി സ്വീകരിക്കുക, മയക്കുമരുന്നിന്റെ അതിപ്രസരത്തിൽ ജീവിതത്തിന്റെ പന്താവുകളിൽ വഴിതെറ്റ യുവാക്കൾ ഈ കൺവെൻഷനകത്ത് നാഥനെ കാണുക. ഈ രാത്രി ഞങ്ങൾ അപ്പച്ചന്റെ മുൻപിലേക്ക് പ്രാർത്ഥനാ വിഷയവുമായി വരുന്നു. മഹാദൈവം അതിനകത്ത് ഒരു അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഇവിടെ ഉയരരുത്. ക്രൂശിക്കപ്പെട്ട നാഥന്റെ നാമം മാത്രം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിന്റെ പൊരുളുകളെ ധരിക്കണം. ഇന്ന് രാത്രി സ്വർഗം അത്ഭുതം ചെയ്യും. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മഹിമയുടെ നാമം ഉയരും. ആദ്യോടെന്ന് തിരുശാന്തി മറയ്ക്കും, കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിടും. ശബ്ദവും വെളിച്ചവും പ്രകൃതിയെല്ലാം പൊന്നപ്പച്ചൻ കാത്തുകൊള്ളു. പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി, മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരമുയർത്തി കർത്തർക്ക് മഹിമ ഒരു ഹല്ലേലൂയ ചൊന്നാട്ടെ. ഉത്സാഹത്തോടെ, ശക്തിയോടെ, നല്ല സഹകരണത്തിനായി നന്ദി. കടന്നു വന്ന കുഞ്ഞുങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതിവേഗത്തിൽ നാം കടന്നു പോകുന്നു. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ ഇരിക്കണം. പടപട അല്പം പോലും വ്യതിചലിക്കരുത്. ബൈബിളും കരങ്ങളിൽ തന്നെ. വിശുദ്ധ ബൈബിൾ 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ ഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമ പുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 അധ്യായങ്ങൾ, പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങൾ. അതിനകത്ത് തുടക്കത്തിനകത്ത് 4 ഭാഗങ്ങൾ. 1 സുവിശേഷത്തിന്റെ പരമ്പര, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശുക്രിസ്തുവിന്റെ ജനനത്തോടുമ്പടിച്ച് 4 ഭാഗങ്ങൾ ഇതിനകത്ത്. അതിലൊന്ന് മശിഹാത്വം, 2 ദാസത്വം, 3 ദൈവത്വം, 4 പുത്രത്വം. ഇതാ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് മത്തായി സുവിശേഷം. മത്തായി സുവിശേഷത്തിന്റെ പ്രത്യേകത, ദൈവ കുഞ്ഞുങ്ങൾ, ബൈബിൾ പഠിക്കുന്നവർ, സഹോദരിമാർ ഏവർക്കും നോട്ട് ചെയ്യാം. AD 37 മത്തായി സുവിശേഷം എഴുതുന്നത്. അതിന്റെ പ്രത്യേകത AD 30 കാൽവറിയിലെ ക്രൂശീകരണം. 7 വർഷത്തിന് ശേഷം മത്തായി എന്ന എഴുത്തുകാരൻ കൂടി എഴുതപ്പെട്ടത് മത്തായി സുവിശേഷം. 1278 വാക്യങ്ങൾ, 28 അധ്യായങ്ങൾ, 5 കഥാപാത്രങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് വരച്ച് കാണിക്കുന്നു. 1 യേശു, 2 സ്നാപക യോഹന്നാൻ, 3 അമ്മ മറിയ, 4 ഹെരോദാവ്, 5 പീലാത്തോസ്. 5 പട്ടണങ്ങളെ വ്യക്തമായി കാണിക്കുന്നു. 1 ബേത്ലഹേം, 2 ശമരിയ, 3 യഹൂദിയ, 4 ഒലിവുമല, 5 കാൽവറി മല. അതിനോടനുബന്ധിച്ച് അധ്യായം 1 വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ വംശാവലി ശ്രദ്ധയോടെ ഇരിക്കണം. അബ്രഹാം മുതൽ ദാവീദ് വരെ പഴയ നിയമത്തിന്റെ 38, 39 പുസ്തകങ്ങൾ, സക്രിയ പ്രവചനവും മലാക്കിയവ. അത് കഴിയുമ്പോൾ പിന്നെ 400 വർഷം ഇരുണ്ട കാലഘട്ടമാണ്. ഇരുണ്ട കാലത്തിന്റെ തുടക്കത്തിൽ മത്തായി ആദ്യം തുടങ്ങുന്ന ക്രിസ്തുവിന്റെ വംശാവലി. അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ 14, 42 വംശങ്ങളുടെ വംശാവലി. അങ്ങനെയെങ്കിൽ അത് കഴിയുമ്പോൾ അധ്യായം 2 വരുമ്പോൾ മാനവകുലത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറക്കപ്പെടണം. അവന്റെ ജനനത്തെ പറ്റിയ മത്തായി സുവിശേഷം 2. എവിടെ ആടിന്റെ പരമയാഗം? ഓ ഹല്ലേലൂയ. ഉൽപ്പത്തി 1, ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനു മുമ്പൊരു യുഗമുണ്ട്. അനാദി നിത്യതയിൽ ദൂതന്മാർ, ആദിയിൽ ദൈവം ആകാശം ഭൂമി. ഉൽപ്പത്തി 2 വരുമ്പോൾ ഒരു കുടുംബത്തെ മെനഞ്ഞെടുക്കുന്നു. ആദമ്യ കുടുംബത്തെ എത്യോപ്യയുടെ മണ്ണിൽ നിന്ന് സ്വർഗം എവിടത്തേക്ക് മെനഞ്ഞെടുത്തു കൊണ്ടുവരുന്നത് ഏതനകത്ത് തക്ക തുണയായി ഹൗവയെ. 6 അനുഗ്രഹങ്ങൾ അതിനകത്ത് അടക്കി വാഴുക, പെറ്റുവരിക, സന്താന പുഷ്ടിയുള്ളവരാകുക, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക, സായം സന്ധ്യയിൽ സ്വർഗത്തോട് നടക്കുക, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പോയ ഒരു ദിവസം 1000 സംവത്സരം. 7ാമതൊരു ടോർപ്പിട വെച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്. അതിൻ്റെ ഫലം കഴിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തി പുറത്തായിപ്പോ. ആദമിൻ്റെ ശരീരത്തിനകത്ത് ദൈവസാന്നിധ്യം ഇറങ്ങിയത്. ആ സമയത്ത്
ആദമിനോട് പിശാച് പറഞ്ഞു, ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നത് ഇന്ന് പലരും പറയും കർത്താവിനെ കണ്ടാൽ വെളുത്ത പെണ്ണ്, കറുത്ത കാറ്, അത് കഴിഞ്ഞിട്ട് നല്ല വീട്, കാനഡ വിസ. ഇതുപോലെ ആദമിനോട് പല കാര്യം പറഞ്ഞു. ആദമിൻ്റെ ശരീരം മുതൽ കാൽ മുതൽ തല വരെ ജീവശ്വാസം ആദമിൽ കിട്ടിയതുകൊണ്ട് ആദം ഇത് ഏറ്റെടുത്തില്ല. കഷ്ടകാലത്തിന് ആദം ഇടയ്ക്കിടയ്ക്ക് പനച്ചുമൂടി ചന്തയിൽ പോയി. എങ്ങനെയോ ഈ പിശാചിന് ആരുടെ നമ്പർ കിട്ടിയെന്നറിയാമോ? അവ്വയുടെ വാട്സപ്പ് നമ്പർ കിട്ടി. അപ്പോൾ അവ്വയെ നല്ലതുപോലെ മെസ്സേജൊക്കെ കൊടുത്ത് റെഡിയാക്കി. എന്നിട്ട് അവയോട് പറഞ്ഞ്, കർത്താവ് പറഞ്ഞത് തെറ്റാ, ഇത് കഴിച്ചാലാണ് നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നത്. അമ്മാമ്മയെ കൊണ്ട് പകുതി തീറ്റിച്ചിട്ട് പകുതി ഫ്രീസറിലും വെച്ചു. പനച്ചുമൂട്ടി പോയ അച്ചായനും പകുതി തിന്നു. ഇതാ കിടക്കുന്ന 2 എണ്ണോ. സ്വോത്രം. സ്വർഗത്തിൻ്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ സ്വർഗം ആദമിനോട് ചോദിച്ചു, ആദമേ നീ അവിടെ? തോട്ടത്തിൻ്റെ നടുവിൽ വൈകിട്ട് സായം സന്ധ്യയിൽ കൂടെ നടക്കുന്ന ദൈവം പാപത്താൽ മനുഷ്യൻ നിറഞ്ഞു പാപത്തിൻ്റെ ബോധം അതിനകത്ത് വന്നപ്പോൾ പിന്നെ ദൈവസന്ധിയിൽ നിലനിൽക്കാൻ പറ്റാതെ മരവുരിയാടുകൾ കൊണ്ട് തോട്ടത്തിന് പുറത്തേക്ക് പോയി. ഒന്നാമത്തെ കുടുംബം രക്ഷയിൽ നിന്ന് മാറപ്പെട്ടു. അതാ ഒന്നാമത്തെ സംഭവം. 2, ആട്ടിൻകുട്ടിയുടെ പരമയാഗം. കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിന് 1498 കിലോമീറ്റർ ഒരു വാർദ്ധക്യ സന്തതിയായി 99-ൽ ഒന്നിനെ കിട്ടി. 100ആയപ്പോൾ ക്ലിയർ അവൻ്റെ പേര് ഇസഹാക്ക്. കുഞ്ഞു വളർന്ന് വീട്ടിൽ പക്വതയോടെ നിൽക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കൽപ്പന വന്നു, ഈ ഏകജാതനായ മകനെ എവിടെ കൊണ്ടുവരണം? മോറിയാദേശത്തുള്ള മലയിൽ കൊണ്ടുവരണം, അവിടെ പരമയാഗമാക്കണം. അബ്രഹാമിന് പിടികിട്ട്, അയ്യോ തൻ്റെ ഏകജാതനായ പുത്രൻ, രക്തത്തിന് രക്തവും മാംസത്തിന് മാംസവും DNA-യുമുള്ള തൻ്റെ കുഞ്ഞ്, ഇനി മക്കൾ ഉണ്ടാകുമെന്നും അറിയത്തില്ല. സ്വോത്രം. പക്ഷേ ഈ പൈതലിനോട് അബ്രഹാം പറഞ്ഞു, നമുക്ക് പോകാം. അപ്പം സാധാരണ പല യാഗങ്ങൾക്കും അപ്പൻ്റെ കൂടെ മകൻ യാത്രയാകുന്നത് അന്നൊരാടിൻ്റെ കയറവൻ്റെ കയ്യിൽ കാണും. അപ്പോൾ കുഞ്ഞ് ചോദിച്ചപ്പോൾ വിറകൊണ്ട് കത്തിയുണ്ട്, യാഗപീഠത്തിനകത്ത് സമർപ്പിക്കേണ്ട മൃഗം എവിടെ? അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവ കരുതിക്കൊള്ളൂ. ഇന്ന് രാത്രി അബ്രഹാമിൻ്റെ വിശ്വാസം എന്താണെന്നറിയോ? തൻ്റെ മകനെ കണ്ണമായി ഹോമയാഗത്തിന് നുറുക്കി ചാരമായാലും അതിൻ്റെ നടുവിൽ നിന്ന് എൽഷദ്ദായിയായ കർത്താവ് അതിൻ്റെ നടുവിൽ നിന്നൊരു തലമുറയെ തരുവാൻ സാധ്യതന. സ്വോത്രം. അതാ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ പൂർണ്ണത. എല്ലാവരും ശ്രദ്ധയോടെ. ഒരു വഴിയായി അബ്രഹാമും പൈതലും യാത്രയാകുന്നു. അബ്രഹാമിന് നെഞ്ചിനകത്ത് വേദനയുണ്ട്. അവസാനമായി മോറിയാദേശത്തുള്ള മലയിൽ ചെന്നു. ഒരു പാറയ്ക്കകത്തായി ഇസഹാക്കിനെ കിടത്തിയ. സ്വോത്രം. ഈ പാറയുടെ പ്രത്യേകതയുണ്ട്. ഇന്ന് മുസ്ലിം സഹോദരന്മാർ പറയുന്നത് ഈ പാറയുടെ പുറത്ത് നിന്നിട്ട് മുഹമ്മദ് നബി സ്വർഗ്ഗാരോഹണം ചെയ്യ ഡോമപ്രോക്ക് തെറ്റ്. ഈ പാറയ്ക്കകത്തായി ഇസഹാക്കിനെ കിടത്തിയത് മോറിയാദേശത്ത്. കൈകാലുകൾ ബന്ധിച്ചിട്ട് ഈ കുഞ്ഞ് ഇറങ്ങി ഓടാതിരിക്കാൻ ഇവൻ്റെ കൈകാലുകൾ ബന്ധിച്ച് അവസാനമായി സ്വർഗ്ഗമുഖത്തേക്ക് ഇറാഖിൻ്റെ പട്ടണത്തിനകത്ത് വന്ന് തന്നെ കരം പിടിച്ചുയർത്തിയ സർവശക്തൻ്റെ മുഖത്തേക്ക് നോക്കി അവസാനമായിട്ട് കാത്തി ഉയർത്തിയിട്ട് പറഞ്ഞു, നീ തന്ന പൈതലിനെ നിനക്ക് വേണ്ടി ഹോമയാഗത്തിൽ സമർപ്പിക്കുവാൻ പോവുക. അപ്പോൾ അബ്രഹാമിൻ്റെ കർണപുടത്തിൽ ഒരു ശബ്ദം കേട്ടു, അബ്രഹാമെ ബാലകന്റെ മേൽ കൈവെക്കരുത്, അവന് പകരമായി ഒരാട്ടിൻകുട്ടി മറുപടിയായി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നീ കണ്ട വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഇന്ന് രാത്രി പറഞ്ഞ പ്രതികൂലം നിന്റെ കുടുംബത്തിന് നേരെ ആഞ്ഞടിക്കുക, പ്രതിസന്ധി നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുക. ഒരുപക്ഷെ നീ തകർന്നു പോകുമെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി സഹോദരി അപ്പുറത്തൊരു കാര്യം പറയണം, ഈ പ്രതിസന്ധിയുടെ നടുവിലും മറുപടിയായി ഒരാട്ടിൻകുട്ടിയെ തരുവാൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി സാധാരണ ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും അതിൻ്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഗ്രഹങ്ങളെ കൂട്ടിവെച്ച ദൈവം, സോംപൂറ ഗാലക്സിക്കകത്ത് ആകാശപാറകളെ നിരത്തിയ ദൈവം, അവൻ അറിയാതെ എൻ്റെ തലയിലെ ഒരു മുടിനാര് പോലെ താഴെ വീഴുവാൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? സന്തരാധിക ഒരു ക്യാൻസർ നിനക്കെതിരെ ആഞ്ഞടിക്കുക. ഒരുപക്ഷെ ലോകം പറയും നീ അവസാനിക്കും, RCC പറയും അവസാനിക്കും. ഹാർട്ട് അറ്റാക്ക് പല പ്രാവശ്യം വന്നു, 5 പ്രാവശ്യം കോവിഡ് വന്ന് ഇനി സർജറി നടക്കത്തില്ല, അനസ്തേഷ്യ കൊടുത്താൽ നിന്റെ ഡെഡ് ബോഡി കിട്ടുമെന്ന് മക്കളോട് ഡോക്ടർമാർ പറയും. എന്നാൽ ഇന്ന് രാത്രി തായെ തകർപ്പരെ തങ്കച്ചി തമ്പി നീ കവലപ്പെടാതെ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നീ വചനവുമായി മൈലക്കരയിൽ പൂടനാട് ഇറങ്ങി തിരിച്ചപ്പോൾ, നീ മുട്ടുമടക്കി ദൈവത്തെ ആരാധിച്ചപ്പോൾ, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ, രാത്രിയുടെ യാമത്തിൽ 2 മണിക്ക് കിടക്കപ്പായിൽ നിലവിളിച്ചപ്പോൾ, ചില കാര്യങ്ങളുടെ മറുപടി കർത്താവ് തരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി പ്രത്യാശയോടെ പറയണം, ഓ ഹല്ലേലൂയ. പർവ്വതങ്ങൾ എൻ്റെ മുൻപിൽ മാറും, കുന്നുകൾ എൻ്റെ മുമ്പിൽ നീങ്ങിപ്പോകും. എന്നാൽ നാരകത്തിൻ കൂടി പറയണം, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ എന്നെ വിട്ടുപോകയില്ല. ഒരു വശത്ത് കൂടി നിനക്കെതിരെ പ്രതിസന്ധി വരും, ഒരു വശത്ത് കൂടി പ്രതികൂലം വരും. എന്നാൽ കരം ഉയർത്തി സഹോദരി പറയണം, മറുവഴിയായി എനിക്ക് ഒരാട്ട്
ആട്ടുംകുട്ടി വരുന്നുണ്ട്. സ്വോത്രം. എത്ര പേർക്ക് കാര്യം മനസ്സിലാവുന്നു? ചെറുപ്പക്കാര വഴികളും വാതിലുകളും അടഞ്ഞു, ജോലി തീർന്നു. ഹല്ലേലൂയ. കടഭാരം നിനക്ക് പെരുകിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷെ നിന്റെ മുമ്പിൽ സൂയിസൈഡിന്റെ ആത്മഹത്യയുടെ വഴികൾ പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നെവർ നെവർ ഇന്ന് രാത്രി പറയണം, അതല്ല, എൻ്റെ കഷ്ടതയുടെ തീച്ചൂളയുടെ നടുവിൽ മറുവഴിയായി ഒരു വിടുതൽ തരുവാ. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും, വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങള് ഹല്ലേലൂയ ഒന്നാമത് രാത്രി പറയണം, ഞാൻ തളരുകയില്ല, ഞാൻ പതറുകയില്ല, എൻ്റെ കുടുംബം തകരുകയില്ല. എൻ്റെ പടകിനകത്ത് എത്ര കാറ്റടിച്ചാലും, എൻ്റെ കുടുംബത്തിനകത്ത് എത്ര രോഗം വന്നാലും അതിൻ്റെ നടുവിലും കരം പിടിച്ചുയർത്തുക. ഇസഹാക്കിന്റെ യാഗപീഠത്തിനകത്ത് ഇറങ്ങി വന്ന കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസഹാക്കിന് പകരമായ ഒരു ആട്ടിൻകുട്ടി ഇറക്കപ്പെട്ടു. തീർന്നില്ല. ഇസ്രായേൽ ജനം ഇസ്രായേലിൻ്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കട്ടളക്കാൽമേൽ കുറുമ്പടി മേൽ തേച്ച് അവർ കടന്നു. 3 ആലയം ശാനികൾ ഞാൻ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. 1,52,000 പരം ആടുകളെ അറുത്തു. ആടിൻ്റെ രക്തമൊഴുകി പുരോഹിതന്മാർ നിലവിളിച്ചവൻ നല്ലവൻ, അവൻ്റെ ദൈവനേക്കുമുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങി. 1 ഒരു കുഞ്ഞിന് വേണ്ടി, 2 ഒരു കൂട്ടം ജനത്തിന് വേണ്ടി, 3 പള്ളിക്ക് വേണ്ടി, 4 പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ്. കുടിലിനകത്ത് പാളയത്തിനകത്ത് പകയും പിണക്കവും കോപവും തൊന്തപക്ഷവും കൊലപാതകവും കൂട്ടവും ടൈഫോയിഡും അവിഹിത ഗർഭം ആഞ്ഞടിച്ചപ്പോൾ വഴിയെ പോകുന്ന ഊനമൃഗങ്ങളെല്ലാം പടപട യാഗപീഠത്തിനകത്ത് ആട്ടുംകുട്ടിയും കുറുപ്രാവിനെയും പച്ചക്ക് പിടിച്ചറുത്തപ്പോൾ സ്വർഗം പറഞ്ഞു, അയ്യോ അയ്യോ, ഈ മിണ്ടാപ്രാണികളുടെ രക്തം ഇവിടെ വീഴണ്ട. സകല പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകൂ. പിതാവിൻ്റെ സന്ധിയിൽ ഒരുവനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു, ഞാൻ പോകാം. ഈ കൺവെൻഷനിൽ ഇന്ന് രാത്രി മുതൽ ഞങ്ങൾ അവനെ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അതാ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പെന്തിക്കോസിന്റെ പാപമല്ല, CSയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുഞ്ഞാട് അറുക്കപ്പെടണം. കള്ളിക്കാട് CPMന്റെ റാലി നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിളിച്ചു പറയും, രക്തസാക്ഷി സിന്ദാബാ, രക്തസാക്ഷി മരിച്ചിട്ടില്ല. ഉടനെ കാട്ടാക്കട BJPയുടെ ശിബിരം നടക്കുമ്പോൾ ചെറുപ്പക്കാർ വിളിച്ചു പറയും, ബലിദാനികൾ സിന്ദാബാ. അങ്ങനെയെങ്കിൽ സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. അതാ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അതുകൊണ്ട് ഞങ്ങളുടെ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ബാക്കി മിണ്ടുന്നില്ല. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി അപ്രത്യാശ ഉണ്ടായത് കൊണ്ട് ഇന്ന് രാത്രി മഴയെ തൃണവൽഗണിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് പെട്രോളും അടിച്ചുകൊണ്ട് ടെലിവിഷന്റെ മുമ്പിൽ നിൽക്കാതെ രാഷ്ട്രീയക്കാരുടെ ചർച്ചയ്ക്ക് നിൽക്കാതെ നിത്യജീവനെ കാക്ഷിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു കൂട്ടം ഇതിന്റെ നടുവിലുണ്ട്. അവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ കാണുന്ന താൽക്കാലികം നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ നടുവിൽ വാർത്തെടുക്കട്ടെ. അവൻ ജനിച്ചത് ലോകത്തിൻ്റെ മധ്യപതിഗതിയായ ബേത്ലഹേമിൽ. അവിടെ ബേത്ലഹേമിൽ ജനിക്കുമെന്നൊക്കെ ബൈബിളുണ്ടോ? 14 പ്രവചനങ്ങളാണ് മശിഹായുടെ ജനനം. അതിലൊന്ന് യെശയ്യാ പ്രവചനം 7:14. അതിനകത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കന്യക ഗർഭം ധരിക്കുക, ഒരു കുഞ്ഞിനെ പ്രസവിക്കുക, ഇമ്മാനുവേൽ. അത് കഴിഞ്ഞ് യെശയ്യാ 9:6, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോള്, അത്ഭുതമന്ത്രി, വീരനാം ദൈവ, സമാധാനത്തിൻ്റെ പ്രഭു, നിത്യപിതാവ്. വീണ്ടും അവൻ എവിടെ ജനിക്കുമെന്ന്, ലോകത്തിലെ നേതാക്കൾ എവിടെ ജനിക്കുമെന്ന് ഇവിടുത്തെ രാഷ്ട്രീയക്കാരന് ഗൂഗിളിനും അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് മീക്ക എഴുതി വെച്ചു, നീയോ ബേത്ലഹേം എഫ്രാത്തെ, സഹസ്രാബ്ദങ്ങൾ നീ ചെറിയവനെങ്കിലും ഉലകത്തെ പുറപ്പെടുവിക്കുന്നവൻ നിന്നിൽ നിന്ന് എഴുന്നേൽക്കും. സ്വോത്രോ, ഇതാ ഞങ്ങൾ ചങ്കൂറ്റത്തോടെ പറയുന്ന ജനനത്തിന് മുമ്പ് 14 പ്രവചനങ്ങൾ. ഏകരക്ഷകൻ യേശു മാത്രം. സ്വോത്രം. അവൻ ഭൂമിയുടെ മധ്യേ ബേത്ലഹേമിൽ മാതാപിതാക്കളുടെ നടുവിൽ അവൻ ജനിക്കുന്നു, മാതാപിതാക്കളുടെ നടുവിൽ അവൻ വളരുന്നു. പള്ളിയിൽ പോകുന്നു. 30ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാപക യോഹന്നാൻ അവൻ സ്നാനമേറ്റു. അടുത്ത സംഭവം എന്താ? 3.5 വർഷം നിത്യജീവന്റെ മൊഴിമത്തുകൾ പറഞ്ഞുകൊണ്ട് നടക്കുക. 3.5 വർഷമായപ്പോൾ 33ാമത്തെ തിരുവയസ്സിൽ അവൻ്റെ പരമയാഗം നടക്കണം. യാഗം നടക്കുന്നതിന് വേണ്ടി ഒരു യാത്ര വരുന്നു. ശ്രദ്ധയോടെ മത്തായി 21 വരുമ്പോൾ അതിനകത്തൊരു ഭാഗമുണ്ട്. അവൻ ഒലിവുമലയുടെ താഴ്വാരം, എവിടുത്തെ യെരൂശലേമിലേക്ക് ഒലിവുമലയുടെ താഴ്വാരം എത്തുമ്പോൾ ശിഷ്യന്മാരോട് കൽപ്പിച്ചു, കുഞ്ഞെ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതി അതിൻ്റെ കുട്ടിയെ അടിച്ചു കൊണ്ടുവരണം. നാട്ടുകാരും വീട്ടുകാരും ചോദിക്കും. അപ്പോൾ പറയണം, കർത്താവിന് ഇതിനെ ആവശ്യമുണ്ട്. ഇതൊരു പ്രവചനത്തിൻ്റെ നിവർത്തിയാ കുഞ്ഞുങ്ങൾ. നാഥൻ്റെ ജനനത്തിന് പിറകിൽ സെഖര്യാ പ്രവചനം 9:9, സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പെടുക, സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ടുവരും. ഇന്ന് രാത്രി സഹോദരങ്ങൾ ശ്രദ്ധിക്കണം, വനാന്തരത്തിനകത്തൊരു കഴുതയും കുഞ്ഞും കിടക്കുക. എന്താ ഇതിൻ്റെ പ്രത്യേകത? 1, കഴുതയുടെ ഭർത്താവ് മരിച്ചതായിരിക്കാം. 2,
ഇത് ഡൈവോഴ്സ് ആയിരിക്കാം. 3 വഴികളും വാതിലുകളും അടഞ്ഞു. 4 കഴുത്തിനകത്തൊരു കയർ വേര് കൊണ്ട് ബന്ധിച്ചു കഴിഞ്ഞു. 5 ഇനി മരണം മാത്രം മുൻപിലാണ്. പക്ഷെ അവസാനം വരെ കാത്തിരുന്ന 5 പ്രതികൂലം നിന്റെ പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ വരുവാനുള്ളവൻ വന്നാൽ നിന്റെ ആമിക്കയറുകളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വനാന്തരം കൊണ്ട് നീ അവസാനിക്കത്തില്ല. നിന്നെ പറ്റി ഒരു പ്രവചനത്തിൻ്റെ ദൂതുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു വരുന്നത് വരെ ഏത് വനാന്തരത്തിൽ കടന്നാലും നിന്നെ പുറത്തു കൊണ്ടുവരുക. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗത്തിന്റെ കൂട്ടമായ സഹോദരി സഹോദര, അധിക നാൾ നീ കാട്ടിനകത്ത് കടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾക്കായി 5 പ്രതികൂലം നിന്റെ നേരെ ആഞ്ഞടിക്ക്. പക്ഷെ 5 അനുകൂല മറുപടി. സർവശക്തന്റെ കരമിറങ്ങി വന്നു. 1 കഴുതയുടെ കെട്ടടിച്ചു. 2 രക്ഷയുടെ വസ്ത്രം വിതറി. 3 കഴുതയെ പുറത്തു കൊണ്ടുവന്ന്. 4 മൈലക്കരയും അമ്പൂരിയും കൂട്ടപ്പവും വാടിച്ചലും പാന്തയെല്ലാം കാത്തിരിക്കുക യവന്റെ മരണം കാണാ. എന്നാൽ അതിൻ്റെ നടുവിൽ കൂടി കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുക എൻ്റെ നാഥന്റെ കരമിറങ്ങി വന്നെങ്കിൽ എൻ്റെ അരിമയാന കൺവെൻഷൻ കൂട്ടങ്ങളെ മുതലാവത് രാത്രി പറയണം, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. സഹോദര, ഇന്ന് രാത്രി പറ, നാട്ടുകാർ നിന്റെ മരണം കാണുവാൻ കാത്തിരിക്കുക. ഇന്ന് രാത്രി മന്ത്രവാദി നിന്റെ പതനം കാണുവാൻ കാത്തിരിക്കുക. ലോകം പറയും നിന്റെ കുഞ്ഞുങ്ങൾ പുറത്തു വരത്തില്ല, കുടുംബത്തിനകത്ത് മരണം നടന്ന് മാനസിക രോഗി കിടക്കുമെന്ന് പിശാച് പറയും. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എത്ര പേർക്ക് ഈ രാത്രി കാര്യം മനസ്സിലാവുന്നു? എൻ്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾ, മന്ത്രവാദി നിനക്കെതിരെ പോരാട്ടമായി ചലന്തൂട്ടൻ്റെ കെണികൾ വെച്ചാൽ ഇന്ന് രാത്രി വരുവാനുള്ളവൻ വന്നാൽ നിന്റെ ബൗണ്ടറികളെ തകർത്തുകൊണ്ട് നിന്റെ പൊന്നു പോലെ പുറത്തു കൊണ്ടുവന്ന് പട്ടണത്തിനകത്ത് മാനിക്കുക. കഴുതയുടെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയത് ഈ രാത്രി വിളിച്ചു പറ, കരം തളർന്ന കരമല. എത്ര പേര് വാഗ്ദത്തത്തിന്റെ ദൂതേറ്റെടുക്കും? ഇറാഖിന്റെ കൊട്ടാരത്തിനകത്ത് ചീഫ് സെക്രട്ടറി ആയി ഇരിക്കുവാൻ ഒരു ദാനിയേലിനെ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കാലത്തും അവൻ സിംഹക്കുഴിയിൽ വീഴ്. പാർസി രാജവംശം പറയാമൻ അവിടെ തീരും. നെവർ നെവർ. വാഗ്ദത്തമുള്ളവൻ സിംഹങ്ങളുടെ കുഴിയിൽ വീണാൽ അതിൻ്റെ നടുവിൽ നിന്ന് അവനെ ഉയർത്തിക്കൊണ്ടുവരുക. ദാനിയേലിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി ശക്തിയോടെ വിളിച്ചു പറയണം, എൻ്റെ കണ്ണുനീരിനൊരു മറുപടിയുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വിടുതലുണ്ട്. ഞാൻ മുട്ടുമടക്കി കരഞ്ഞ് പ്രാർത്ഥിച്ച വിഷയം എൻ്റെ വചനത്തിനകത്ത് എഴുതി വരുന്ന മറുപടി കാണുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി 5ാമത്തെ കാര്യം, ഈ കഴുതയെ യെരൂശലേം ദൈവാലയത്തിൽ കൊണ്ടുവന്നു. പ്രത്യേകത നിങ്ങൾ ശ്രദ്ധയോടിരിക്കണം. യെരൂശലേം ദൈവാലയത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, അത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവാലയം. ഓശാന പെരുന്നാൾ ഒരു കഴുത എവിടെ വന്നാൽ കഴുതയുടെ കഴുത്ത് ഞെരിച്ച് മലഞ്ചെരുവിലേക്ക് താഴേക്ക് വലിച്ചെറിയും. ഈ കഴുതയെ ആരും തൊട്ടില്ല. അതാ ഓശാന പെരുന്നാൾ. മത്തായി 24:1-2 വചനം കൂടെ ശ്രമിച്ചു പോ. മത്തായി 24:1-2 അവൻ ഓശാന പെരുന്നാളിൽ ദൈവാലയത്തിൽ വന്നു. ആലയത്തിൻ്റെ പണിയെല്ലാം ശിഷ്യന്മാർ പ്രഭാഷണം കഴിഞ്ഞ് കാണിച്ചു. യേശു പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പോൾ അത് ഇടിഞ്ഞു പോകും. ഇനി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിൻ്റെ 3 പ്രഭാഷണമാണ് ബൈബിളിൽ ഏറ്റവും മേജർ. 1 മത്തായി 7-8 ഗിരിപ്രഭാഷണം. അത് കേട്ടിട്ട് ഇന്ത്യയുടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജി ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തത്? അഹിംസയിലേക്ക് കടന്നു വന്നത് യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഗിരിപ്രഭാഷണം. 2 ഇന്ന് രാത്രി കുഞ്ഞു വായിച്ചത് ഒലിവുമല പ്രഭാഷണം. 3 വേറൊരു പ്രഭാഷണമുണ്ട്, മാളികമുറി പ്രഭാഷണം. അതാ ക്രൂശീകരണത്തിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിൻ്റെ സന്ധിയിൽ അനേക വാസസ്ഥലമുണ്ട്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഓൺലൈനിൽ പോകുമ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ മധുരകരമായ 3 പ്രഭാഷണം. 1 ഒലിവുമല സെർമൺ ഓഫ് ദ മൗണ്ട്, 2 ഗിരിപ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. ആ പ്രഭാഷണം കഴിഞ്ഞു. ആലയത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ കൊടുക്കാൻ തുടങ്ങി. യേശു പറഞ്ഞാൽ പോവുക. അവൻ ഒലിവുമലയിൽ പോയി മുട്ടുമടക്കി പിതാവിൻ്റെ സന്ധിയിലിരിക്കുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് തനിച്ചു വന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, യേശുവെ, ഒത്തിരി പ്രഭാഷണം ഞങ്ങൾ കേട്ടു. ഗന്നസരത്തിൽ ഗദർദേശത്ത് 5 അപ്പവും 2 മീൻ പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടതാണ്. പക്ഷേ പതിവിന് വിപരീതമായി ഇന്ന് താങ്കൾ ഒരു കാര്യം പറഞ്ഞു. 1 ലോകം അവസാനിക്കും, 2 താങ്കളുടെ മടങ്ങി വരവ് അവസാനം. അതാ ചോദിച്ചത്, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാൾ. യേശു പറഞ്ഞു, എന്താ പറഞ്ഞത്? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാർ യേശുവിൻ്റെ പേര് പറഞ്ഞ് വീട്, കാർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന അനേകം പേർ വരും. അവരുടെ പുറകെ നിങ്ങൾ പോകരുത്. മർക്കോസിലേക്ക് ഒന്നുകൂടി കടന്നു വന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം മർക്കോസ് 13 അതിൽ യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ.
നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, ആ കാലം എപ്പോഴെന്നറിയായിക്കാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ 4 ചാലുകൾ കൃത്യമായി രേഖപ്പെടുത്തി കടക്കാം. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കും. നിങ്ങൾ കൂടെ ബൈബിൾ എടുക്കണം. കറക്റ്റായിട്ട് വാക്യം ക്ലിയർ ആയിരിക്കണം. മത്തായി 24, 32, 33, 34 കുഞ്ഞു വായിച്ചാട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതാ ഇന്നത്തെ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം. അവസാന രാത്രി ഇത് പ്രസംഗിക്കും. വേനൽ അടുത്തുവല്ലോ. അടുത്ത വാക്ക്, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, നാരകത്തിൻ കുഴിയും മൈലക്കരക്കാരും ഇതൊക്കെ കാണുമ്പോൾ, അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം ഇനി ചെന്നെങ്കിലേ ശരിയാവും. അടുത്ത വാക്ക്, ഇതൊക്കെയും സംഭവിക്കുവോളം, ഇതൊക്കെയും ഈ നാട്ടിൽ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് ഞങ്ങളല്ല, യേശു പറഞ്ഞു, ഈ തലമുറ ശവപ്പെട്ടിയിലൊന്നും കയറാതെ കാന്തന്റെ വരവിലെടുക്കപ്പെടും. അടുത്ത വാക്ക് വായിച്ചോളെ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അതാ ഇന്നത്തെ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. വചനം ആ സ്വർഗത്തിൽ നിത്യതയിൽ എത്തിക്കുന്ന. അടുത്ത വാക്ക്, ആ നാളും നാഴികയും സംബന്ധിച്ചു. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. മതി. ദാണ്ട്. അപ്പൊ നാളെ ഞാൻ പൂടനാട് സ്കൂൾ ഗ്രൗണ്ടിൽ വന്ന് പറയുക, 2025 കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ പേരാ കള്ളപ്രവാചകൻ. സന്തോഷമില്ലല്ലോ. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനോ സ്വർഗത്തിലെ ദൂതന്മാർക്കോ അറിയത്തില്ല. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർ പറയും 2025 ഒരു എൻ്റെ പൊന്നച്ചായ ഇത് കേട്ടിട്ട് ആ അമ്പൂരിയിലെയും കൂട്ടപ്പൂലെ റബ്ബർ എസ്റ്റേറ്റ് ഒന്നും എഴുതി വിറ്റുകളയല്ലേ സ്വോത്രം. അങ്ങനെ ഒന്നും കർത്താവ് വരത്തില്ല. അതിനൊക്കെ സമയമുണ്ട്. കർത്താവ് വരണമെങ്കിൽ 3 കാര്യം നടക്കണം. ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷം സകല ജാതികൾക്കും ഭൂതലത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടണം, ബൈബിൾ. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിന് അംശമായ കാഠിന്യം സംഭവിക്കണം. അതാ ഈ ഹമാസുമായിട്ടുള്ള പോരാട്ടം, ഈറ്റുനോവിൻ്റെ ആരംഭം. മൂന്നാമത് വേറൊരു ഭാഗം എഴുതിയിട്ടുണ്ട് പത്രോസ്ലീഹ, ചിലർ താമസംവിന വിചാരിക്കുന്നത് പോലെ കർത്താവ് താമസംവിന ഈ വരവ് താമസിക്കുന്നത് ചിലരും കൂടി ഈ രക്ഷയുടെ പെട്ടകത്തിൽ കടക്കണം. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ നിർണയമാ ഇവിടെ ഒരു യോഗം നടക്കണമെന്ന്. സ്വോത്രം. കുടുംബത്തിൻ്റെ നിർണയമല്ല, നാട്ടുകാരുടെ നിർണയമല്ല, സ്വർഗത്തിൻ്റെ നിർണയമാ ഇവിടെ ഒരു യോഗം നടക്കണമെന്ന്. കർത്താവിൻ്റെ വരവിൻ്റെ 3 ചാലുകൾ. ഒന്ന്, രാജ്യത്തിൻ്റെ സുവിശേഷം. 2, സകല ജാതികളുടെ പൂർണ്ണസംഖ്യ, ഇസ്രായേൽ അംശമായ കാടിന്. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വരവിൻ്റെ ഏറ്റവും നിർണായകമായ 4 ഭാഗങ്ങൾ കുഞ്ഞു വായിച്ചു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. കർത്താവിൻ്റെ വരവിൻ്റെ 4 ചാലുകളാ. 1, ഇസ്രയേൽ. 2, എതിർക്രിസ്തു. 3, പ്രപഞ്ചത്തിലെ മാറ്റം. 4, ഏകലോകമതം. അതിനോടനുബന്ധിച്ച് നിങ്ങൾ അത്തിയെന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരു മരമാണല്ലോ പറഞ്ഞത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ 3 മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ. 1, അത്തി. ഹോശയ്യ 9:10, അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. 2, മുന്തിരി. യോഹന്നാൻ 15:1-2, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും, എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. മുന്തിരി അവൻ്റെ ആത്മീയം. 3, ഒലിവമൻ്റെ സൗന്ദര്യം. 128 സങ്കീർത്തനം. അതിനകത്തൊരു വാക്യമുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം കാറ്റാക്കട ബിവറേജസിൽ പോകത്തില്ല. നിന്റെ ഭാര്യ ചന്ദനമഴയും കണ്ടുകൊണ്ടിരിക്കത്തില്ല. മക്കൾ തേക്കുപാറ പോയി ചൂണ്ടയിടത്തില്ല. അങ്ങനെ ഒരു സങ്കീർത്തനം കേട്ട വല്ലവരും ഉണ്ടോ? സ്വോത്രം. ആ ഒരു സങ്കീർത്തനമുണ്ട്. പെന്തിക്കോസുകാരുടെ CSയുടെയും കൺവെൻഷൻ അത് വായിക്കുന്നുണ്ട്. CS കല്യാണത്തിന്. ആ സമയത്ത് നിങ്ങൾ കള്ളിക്കാട് ദീപ ഓഡിറ്റോറിയത്തിൽ ഫ്രൈഡ് റൈസ് നോക്കിയിരിക്കും, ഞങ്ങൾ കവർ നോക്കിയിരിക്കും. ആരും കേൾക്കത്തില്ല. സ്വോത്രം. അങ്ങനെ ഒരു സങ്കീർത്തന. 128:1, യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വീട്ടിലെത്തും. ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയുമായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത് സംഭവിക്കുമ്പോൾ ഒരിടത്ത് ഇസ്രായേൽ തളിർക്കുമ്പോൾ മറുവശത്ത് അവൻ അടുക്കേ വാതിൽക്കൽ. കരുണാമയനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശബ്ദം അനവധി പേർ കേൾക്കുന്നു. കർത്താവേ, മഴ ഒരു തടസ്സമാകരുത്. ഞങ്ങളുടെ കൃഷിക്ക് മഴ ആവശ്യമാ, കിണറ്റിൽ വെള്ളത്തിന് മഴ ആവശ്യമാ,
ജീവന്റെ വചനം ഇവിടെ മുഴങ്ങുമ്പോൾ ഈ ദേശത്ത് നിന്ന് ഈ മഴയുടെ ചാലുകൾ ദൈവം മാറ്റി ഒരു 4 കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയാൽ പരിശുദ്ധാത്മാവേ അങ്ങയുടെ കരം ഇപ്പോൾ ചലിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ മക്കളാ. 7 മക്കൾ നിലവിളിക്കുമ്പോൾ ആകാശത്തിനും ഭൂമിക്കും അധികാരമുള്ള കർത്താവ്, കാറ്റിനെയും കടലിനെയും ശാസിച്ച കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇപ്പോൾ തന്നെ ഇവിടെ മുഴങ്ങട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ അന്തരീക്ഷം ശാന്തമാക്കി തരണം. ഞങ്ങളുടെ കണ്ണുനീര് ദൈവം മാനിക്കും. 100 കണക്കിന് പേർ ഭവനത്തിൽ നിന്ന് വചനം കേൾക്കുന്ന അപ്പാ, അതിനൊരു തടസ്സമാകരുത്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന മാനിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് രാത്രി അങ്ങനെ ഒരുവൻ അടുക്ക വാതിൽക്കൽ വരും. ലോകഭരണം ആരുടെ കയ്യിൽ? ഇന്ന് രാത്രി കർത്താവിന്റെ വരവിന്റെ 3-4 ചാലുകൾ. 1 യഹൂദ ലക്ഷണം, 2 പ്രപഞ്ച ലക്ഷണം, 3 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം, 4 ഏകലോകമതം. ഈ ലോകം ഇനി ആര് ഭരിക്കും? ഇന്നത്തെ ലോകത്തെ പറ്റി നിങ്ങൾക്കറിയാം. സമാധാനമില്ലാത്ത ലോകം, സ്വസ്ഥതയില്ലാത്ത ലോകം, മനുഷ്യൻ വിഷമിക്കുന്ന ലോകം. ഈ ലോകം ഇനി ആര് ഭരിക്കും? കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ഇന്ത്യയുടെ ധനമന്ത്രിയെ നിർമ്മലാ സീതാരാമൻ പറഞ്ഞൊരു കാര്യമുണ്ട്. G20 ഉച്ചകോടി നടക്കുമ്പോൾ നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: ലോകം ഒരുവന്റെ കയ്യിൽ കൊടുത്തെങ്കിലേ മതിയാകൂ. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് 10 യുഗമുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമക്ഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. 2 ഒരന്തിമ യുദ്ധം ഇവിടെ നടക്കും. അത് കഴിയുമ്പോൾ ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകും. ഈ ലോകരാജ്യങ്ങളെ ഭരിക്കുവാൻ ഒരുവൻ എഴുന്നേറ്റ് വരും. വൈക്കം കുഞ്ഞെ, വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഈ ലോകഭരണം ഒരുവന്റെ കയ്യിലേക്ക് വരുന്ന കാലം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ച് സഹായിക്കാം. 10 കൊമ്പും 7 തലയും. അപ്പോൾ 10 കൊമ്പും 7 തലയും. ആരായി 10 കൊമ്പ്? 1991 യൂറോപ്യൻ യൂണിയൻ രജിസ്റ്റർ ചെയ്തു. 2001 ആയപ്പോൾ അതിനകത്ത് 28 രാഷ്ട്രങ്ങളായി. 12 പേർക്ക് വോട്ടവകാശമുണ്ട്. ആ വോട്ടവകാശമുള്ള രാജ്യങ്ങളായിരുന്നു: 1 ബെൽജിയം, 2 ഫ്രാൻസ്, ജർമ്മനി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12 രാജ്യങ്ങളിൽ ഒരു രാജ്യത്തെ ദൈവം വെട്ടി. അതാ ഇന്നത്തെ ബ്രിട്ടൻ. അതുകൊണ്ടാ ഈ പൂടനാട് കാട്ടാക്കിടയും കുഞ്ഞുങ്ങളെല്ലാം ഇന്ന് ബ്രിട്ടനിലെത്തി. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ UK നിൽക്കുക. ചിലർ പറയും മാഞ്ചസ്റ്റർ നിൽക്കുക, ചിലർ പറയും ലേറ്റൺ നിൽക്കുക, ലിവർപൂൾ നിൽക്കുക. അതുകൊണ്ടാണ് ചില അമ്മച്ചിമാർ പറയാറുണ്ട്, മൂത്തവൻ UK, മരുമോൾ അയർലൻഡ്, അത് കഴിഞ്ഞിട്ട് മോള് ഫിൻലൻഡ്, അത് കഴിഞ്ഞിട്ട് കൊച്ചുമോൻ സ്വീഡൻ. എല്ലാം പോയി. ഇപ്പം അമ്മച്ചി ഒരു വേലക്കാരിയായി. വേലക്കാരി പോകാതിരിക്കുന്ന ഭാഗ്യം. സ്വോത്രം. കഞ്ഞിവെള്ളം കിട്ടും. സ്വോത്രം. അവിടംവരായി സകലത്. 12 രാജ്യങ്ങളായിരുന്നു. മനുഷ്യൻ എവിടം വരെ എത്തി? എല്ലാവരും കേൾക്കണം. 12-ൽ 1 ദൈവം വെട്ടി. പഴയ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഓൺലൈൻ ഒന്ന് കൊടുത്തേക്കണേ, ദാണ്ടേ ദാ കിടക്കുന്നു ബ്രിട്ടൻ പോയി. സ്വോത്രം. മനുഷ്യൻ എവിടം വരെ? ഈ തലമുറ കർത്താവ് വരാൻ പോവാ. അത് നിങ്ങൾ വിഷമിക്കേണ്ട. എവിടെയോ പെയ്യുന്നത് 5 മിനിറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, 5 മിനിറ്റ് കഴിഞ്ഞ് മാറും. നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഇതൊക്കെ മാറും. അതുകൊണ്ട് നിങ്ങൾക്ക് പാട്ടുപുസ്തകവും വീശാജ് ഗോദറേജിൻ്റെ 24 ഡിഗ്രിയിൽ ഇരിക്കുന്ന AC ഇരിക്കുന്ന പോലെ ഇരിക്കാം. സ്വോത്രം. അതുകൊണ്ട് സന്തോഷമായിട്ട് സമയം നോക്കാതെ വചനം കേൾക്കും. കേട്ടോണേ. എന്താ ഇതിൻ്റെ സംഭവം എന്നറിയാം? കഴിഞ്ഞ സ്തോത്രം ഒരു 4 മാസം മുമ്പ് ഒരു ദിവസം രാവിലെ ഞാൻ വീട്ടിൽ നോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പയ്യൻ എനിക്ക് ഫോൺ ചെയ്തു. അപ്പോൾ അവ എന്നോട് ചോദിച്ചു, പാസ്റ്ററിന് എന്നെ അറിയാമോ എന്ന്. ഞാൻ പറയും എൻ്റെ കൊന്നു ഞാൻ കാസർഗോഡ് ഒരു കളിക്ക് അവളെ നാഗർകോവിൽ പോകുന്നത് എവിടെയൊക്കെ പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല, ഇപ്പോൾ ആരെ അറിയാമോന്ന്. സ്വോത്രം. ഞാൻ പറയും കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ആറയൂർ CSI പള്ളിയിലെ മെമ്പറാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. 3 കൊല്ലം ഞാൻ അവിടെ പ്രസംഗിച്ചതാണ്. അപ്പം ഞാൻ ചോദിച്ചു മോനെ നീ ഇപ്പോൾ വിളിക്കുന്ന കാര്യം എന്താ? അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് പാസ്റ്ററിന് അറിയാവോ എന്ന്. ഞാൻ പ്രസംഗം എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു നീ എവിടെ നിൽക്കുന്ന? ഗൾഫിലാന്നോ അമേരിക്കയിലാന്നോ? അപ്പോൾ അവ എടുത്ത വായിലേ പറയുകയെന്ന് ഞാൻ മെലിത്താ ദ്വീപിലാണ് നിൽക്കുന്നതെന്ന്. എൻ്റെ നെഞ്ച് തകർന്നു പോയി. സ്വോത്രം. ആറയൂർ CSIയിലെ പയ്യൻ മാൾട്ടാ ദ്വീപിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം സുനിൽ പാഷ ഇനി നമ്മൾ മാൾട്ടയിലൊന്നും പാനിട വരത്തില്ല. അപ്പോൾ അതിന് മുമ്പ് ഇത് സംഭവിക്കും. അപ്പോൾ ആ മോനോട് ഞാൻ പറഞ്ഞു കുഞ്ഞെ ഞാൻ വേറെ നമ്പർ തരാം, നീ വാട്സപ്പിൽ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചേക്കാം. സ്വോത്രം. അപ്പോൾ അവൻ കടലും കരയും എല്ലാം കാണിച്ചു. ഞാൻ അവനോട് ചോദിച്ചു മോനെ
ഈ കടൽ കഴിഞ്ഞാൽ വല്ല സ്ഥലമുണ്ടോ? ഇനി കടൽ കഴിഞ്ഞാൽ ചാടിയ ഡെഡ് ബോഡിയേ ഉള്ളെന്ന്, വേറെ സ്ഥലമില്ലെന്ന്. സ്വോത്രം. മലയാളി മാൾട്ടാദ്വീപ് വരെ ചെന്നു. ഇനി ആറയൂക്കാരൻ തട്ടുകട തുടങ്ങിയോന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം. അവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പം 3 വർഷം ഞാൻ സഭാദിനത്തിൽ അവിടെ പ്രസംഗിച്ച ആറയൂർ CSI. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഇപ്പം എനിക്ക് പിടികിട്ടി, അന്ന് നീ +2 അല്ലായിരുന്നു? അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ BCA കഴിഞ്ഞു, MBA എടുത്തു. ഞാൻ ചോദിച്ചു, പ്രസൻറ്റിൽ നീ എന്തോ ചെയ്തു? ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കുഞ്ഞുങ്ങൾ അരുമയാണ് ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ ചോദിച്ച ശമ്പളം എങ്ങനെ, ബ്രിട്ടൻ പൗണ്ടാണോ? അല്ല പാസ്റ്റർ, അമേരിക്കൻ ഡോളറാണ്. സ്വോത്രം. അപ്പം ഞങ്ങളെ പാസ്റ്റർമാരാണൊക്കെ ഒരു നമ്പർ ഇറക്കി. അന്ന് പള്ളി വന്നപ്പോൾ നിന്നെ ഞാൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചതാ, കാണിക്കൊന്നും തന്നില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം. കാൽവരിയിലെ കള്ളൻ പറഞ്ഞ പോലെ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ പാപിയ എന്നെ ഓർക്കണമെന്ന് പറഞ്ഞ പോലെ പോയാലൊരു വാക്ക് കിട്ടിയാൽ $100 8,200. സന്തോഷമില്ലല്ലോ? സ്വോത്രം. എങ്ങനെയാലും കണ്ട ആറയൂർക്കാരൻ മാൾട്ടാദ്വീപിൽ പോയിട്ട് അവിടെ നിൽക്കുന്നു. സ്വോത്രം. 12-ൽ 1 ദൈവം വെട്ടി. ഇനി ഒന്നുകൂടെ പോയാൽ 10 കൊമ്പ്. കുഞ്ഞ് വായിച്ചു 7 തല. 7 തലയാര ഇന്നത്തെ ഏറ്റവും നിർണായകം ഇറ്റലിയുടെ ടൈബർ നദീതീരം. അവിടെ 7 മലയുണ്ട്. ക്യാപിറ്റോളിയൻ, പാലിറ്റേലിയൻ, അവൻ്റെൻ, കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അവിടെയാ കത്തോലിക്ക സഭയുടെ സിംഹാസനം. 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി. രാജമുടിയ 10 ലോകരാഷ്ട്രങ്ങൾ അവരോട് ചേരും. അമേരിക്കയെ വെട്ടിയിട്ട് ഇന്ത്യ, നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ കൂടെ മന്ത്രിമാരുണ്ട്. രാജീവുണ്ട്, ബാലഗോപാലുണ്ട്, വാസവൻ ചേട്ടനുണ്ട്, വീണ ജോർജ് ഉണ്ട്. അതുപോലെ യൂറോപ്പിനോട് 10 രാജ്യങ്ങൾ ചേരും. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടി. ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ജനത്തിൻ്റെ ഇടയ്ക്കിൽ നിന്നൊരു ഭരണാധികാരി. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശം. അതാ ഇന്നത്തെ ഗ്രീസ്, അതിൻ്റെ കാൽ കരടിയുടെ കാൽ. ഇന്നത്തെ ഇറാൻ, അതിൻ്റെ വായ് സിംഹത്തിൻ്റെ മുഖം. IS ഇന്നത്തെ ഇറാഖ്, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും കൊടുത്തു. അതിൻ്റെ പേര് ന്യൂ വേൾഡ് ഓർഡർ. ഏക ലോക ഭരണം. ഏകനാൽ ലോകം ഭരിക്കും. ഒരുവൻ്റെ കയ്യിലേക്ക് ലോകം വരാറായി. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ഭരണം വരുമോ? കുഞ്ഞു വായിച്ച് സഹായിച്ചിട്ട് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം 17-8-9 വാക്യങ്ങൾ. അടുത്ത വാക്യം വെളിപ്പാട് 17-8-9. നീ കണ്ട മൃഗം. വായിച്ചട്ടെ. നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? നീ കണ്ട മൃഗം. വെളിപ്പാട് 17-8-9 വായിച്ചട്ടെ. നീ കണ്ട മൃഗമോ? നീ കണ്ട മൃഗമോ? വായിച്ചോ. ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതുമാകുന്നു. ദാ കണ്ടിരിക്കുന്നു, നാശത്തിലേക്ക് പോകുവാനിരിക്കുന്ന മൃഗം. ഇവിടെ ഈ കൺവെൻഷന് വന്ന് എല്ലാവരും ഈ വാക്യം കുഞ്ഞു വായിക്കുന്നത് കേട്ടോണം. ഈ മൃഗത്തെ ആര് കാണും? വായിക്കാം. വായിച്ചട്ടെ. ലോകസ്ഥാപനം. വായിച്ചട്ടെ മക്കളെ. അടുത്ത വാക്ക്. വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഭൂവാസികൾ കണ്ട് അതിശയിക്കും. കിടക്കുന്ന അപ്പൊ ജീവപുസ്തകത്തിൽ പേരെഴുതിയവരെവിടെ പോകും? കരമുയർത്താൻ കാന്തന്റെ വരവിൽ പോകും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ ഈ മൃഗത്തെ കണ്ട് വിസ്മയിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേർ ചേർക്കപ്പെടണം. അത് കണ്ടിട്ട് ഈ തല ഇവിടെ ജ്ഞാനം കൊണ്ട് ആരംഭം. സ്ത്രീ ഇരിക്കുന്ന തല 7 മലയാകുന്നു. കടക്കാം. ഈ ഭരണം എപ്പോൾ വരും? ഒരേകലോക ഭരണം. ബൈബിളിനകത്ത് 2 മേജർ പ്രവചനങ്ങളുണ്ട്. ഒന്ന് വെളിപ്പാട്, ദാനിയേൽ. വെളിപ്പാട് എവിടെ? പത്മോസിൽ. ദാനിയേൽ എവിടെയാ? ബാബേലിനകത്ത്. ഈ ഭരണം എപ്പോൾ വരും? ദാനിയേൽ പ്രവചനം 8, 23, 24, 25 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ച് സഹായിച്ചട്ടെ. ദാനിയേൽ 8, 23, 24, 25 വാക്യങ്ങൾ. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ഒരു രാജാവ് ഭരണത്തിൽ വരും. ലോകത്തിൽ ഏകലോക ഭരണം. ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്ത വാക്ക്. അവന്റെ അധികാരം വലുതായിരിക്കും. ഉലകം മുഴുവൻ അവൻ ഭരിക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. അങ്ങനെയെങ്കിൽ അടുത്തത്. സ്വന്തം ശക്തിയാലല്ല. അടുത്തത്. അവൻ അതിശയകരമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിന്റെ കൊമ്പുള്ളതായി ഇല തളിർക്കുമ്പോൾ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ. ഇനിയാ പ്രഭാഷണത്തിന്റെ കാതലായ ഭാഗം. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിയുമ്പോൾ ഇടവേള. ബാക്കി 15 മിനിറ്റ് കൂടെ. ഇന്ന് രാത്രി ശ്രദ്ധയോടെ. ലോകം ഒരുവൻ ഭരിക്കുമോ? 7 വൻകര, 262 രാഷ്ട്രങ്ങൾ, 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യൻ, 850 കോടി ജനത.
അങ്ങനെ ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കും? ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇവിടെ ഒരു വല വരണം. ഇവിടെ നമ്മുടെ പിണറായി വിജയൻ സാർ കേരളം ഭരിക്കാൻ ബുദ്ധിമുട്ടുന്നു, ഇന്ത്യയുടെ ഭരണത്തിൽ മോഡി സാറ് ബുദ്ധിമുട്ടുന്നു, അമേരിക്കയിലാണെ അത് ആകെ കത്തിക്കുത്തും ബഹളോ, കാനഡയിൽ അതിലും വിഷയമോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുവൻ എങ്ങനെ ലോകം ഭരിക്കും? ഒരുവൻ ലോകം ഭരിക്കണമെങ്കിൽ ഇവിടെ ഒരു വല വരണം. ഏതാ? നമ്മുടെ നാരകത്തിൻകുഴിയിലെ റോസമ്മാമ കിണറ്റിന്റെ മേളിയിടുന്ന നെറ്റല്ല, ആ വലയുടെ പേര ഇന്റർനെറ്റ്. കരമുയർത്തുന്നവർക്കായി ലോകം ഒരുവൻ ഭരിക്കണമെങ്കിൽ ഇന്റർനെറ്റ് വരണം. അതിനാസ്പദമായി കമ്പ്യൂട്ടർ. ഇനി ബൈബിളിലേക്ക് എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. സയൻസും ബൈബിള്. 1945 അമേരിക്കയിൽ ഒന്നാമത്തെ കമ്പ്യൂട്ടർ വന്ന് ഫിലാഡൽഫിയ P1. 1961 രണ്ടാമത്തെ കമ്പ്യൂട്ടർ വന്ന് അതിൻ്റെ പേര് P2. 1971 3 വന്നു, അതിൻ്റെ പേര് P3. 1987 4 വന്നു. അന്ന് നെറ്റല്ല, വയറല്ല, ഒരു സാധന CD-ROM കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്തെ കാര്യം കാണാം. അന്നാ ഈ കാട്ടാക്കടയിലും തിരുവനന്തപുരത്തും വെള്ളറടയും ചെറിയ കമ്പ്യൂട്ടർ കട വലിയ ഡെസ്കിനകത്ത് കമ്പ്യൂട്ടർ വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടു Pentium 4. അങ്ങനെയെങ്കിൽ ആ കാലം മാറി. ഇന്ന് നെറ്റ്വർക്ക് എവിടം വരായി? നമ്പർ 1. ആദ്യം 1G ആയിരുന്നു, 2G ആയി, 3G ആയി, 4G ആയി, ഇപ്പൊ 5G ആയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കാട്ടാക്കട മോഡി സാർ വന്നപ്പോൾ, നാളെ അത് പ്രസംഗിക്കാൻ പോവുക, മോഡി സാർ പറഞ്ഞപ്പോൾ വരാൻ പോകുന്നു 6G. കരമുയർത്തുന്നവർക്കായി ഇന്റർനെറ്റിന്റെ അതിവേഗത. കാട്ടാക്കടയിൽ പറഞ്ഞു 6G. ലോകം തീരാറായി. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റിന്റെ പ്രത്യേകത ഇന്ന് മനുഷ്യൻ തങ്ങളിൽ കാണാം. അതിനാസ്പദമായി എത്ര ആപ്ലിക്കേഷൻ വന്നു. ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, യൂട്യൂബ്, ട്വിറ്റർ, വാട്സപ്പ്, ബോട്ടീം, ഇൻസ്റ്റാഗ്രാം, എല്ലാ കോളിൽ കൂടെ തങ്ങളെ കാണാം. പക്ഷേ ഇതെല്ലാം നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ 3 അക്ഷരം അടിക്കണം. അതിൻ്റെ പേര് www. വേൾഡ് വൈഡ് വെബ്സൈറ്റ്. ലോകം ഒരുവന്റെ കയ്യിലേക്ക്. www. ഇത് തന്നെ 666. ശ്രദ്ധയോടെ ഇരിക്കണം. ഇംഗ്ലീഷ് അക്ഷരമാല 23ാമത്തെ അക്ഷരമാണ് W. യഹൂദന്റെ അക്ഷരമാലയിൽ 6ാമത്തെ അക്ഷരമാണ് W. നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ കയ്യിൽ ബൈബിൾ ഇല്ലാത്തവർ ഇപ്പോൾ നോക്കിക്കോണം. 119ാം സങ്കീർത്തനം, വലിയ സങ്കീർത്തനം. ഓരോ പാരഗ്രാഫായിട്ട് അത് 1 ആലേഫ്, 2 ദാലത്ത്, 3 ജിമെയിൽ. അതിന്റെ 6ന്റെ തലയിൽ എഴുതിയിട്ടുണ്ട് W. 666. ഇനിയുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കമ്പ്യൂട്ടറും ഇന്റർനെറ്റ് മർഡറിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതിന്റെ ഒരു ഭാഗമേ ഇന്ന് പ്രസംഗിക്കൂ, ബാക്കി നാളെ പ്രസംഗിക്കാൻ വേണ്ടിയാ. വട്ടിയൂർക്കാവിൽ ആര്യ, പാമ്പാടിക്കാരൻ നവീൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവി, ഇവര് 3 പേരും മരിച്ചതും കമ്പ്യൂട്ടറുമായിട്ടുള്ള ബന്ധമാ. ഇന്ന് രാത്രി നാളെ രാത്രി മോഡി സാറിന്റെ കാട്ടാക്കട 6G പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കും. എന്താ ഇതിന്റെ പ്രത്യേകത എന്നറിയാമോ? www. വേൾഡ് വൈഡ് വെബ്സൈറ്റ്. ഇനി അടുത്തത് കമ്പ്യൂട്ടറിന്റെ സ്പെല്ലിങ് COMPUTR. കമ്പ്യൂട്ടർ. അതിൻ്റെ ഓരോ അക്ഷരത്തിനും 6ന്റെ വില. മലയാളം A1, B2, C3, D4, E5, F6. പക്ഷേ യഹൂദന്റെ അക്ഷരമാല ഒരെണ്ണത്തിന് 6ന്റെ വിലയാ. A6, B12, C18, D24, E30, F36. ഇതാണ് വില. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ എഴുതി 6ന്റെ ഗുണിതം വന്നാൽ വരുന്നു 666. യോഗം കഴിഞ്ഞ് ആർക്ക് വേണേലും പറഞ്ഞുതരാം. C18, O90, M78, P96, U126, T120, E30, R108 666. ഇത് തന്നെ കമ്പ്യൂട്ടർ WW. എതിർ ക്രിസ്തുവിന്റെ നമ്പരും ഇത് തന്നെയാ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഇന്റർനെറ്റിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. എന്താ ഇന്നത്തെ ഇന്റർനെറ്റിന്റെ പ്രത്യേകത? ലോകം ഒരുവന്റെ കയ്യിൽ. ദാ ഇന്നിവിടെ പടമെടുക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ കൺവെൻഷൻ IPA, ഇവിടുത്തെ കൺവെൻഷന് ദുബായിലും കാണാം, അബുദാബിയിലും കാണാം. ഈ WW IPA കൺവെൻഷൻ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ ഈ കൺവെൻഷൻ ലോകം മുഴുവൻ കാണാം. വയറും വേണ്ട, കയറും വേണ്ട, കൃത്യമായിട്ട് ലോകം മുഴുവൻ കാണുവാൻ ഇന്നത്തെ കമ്പ്യൂട്ടറിന്റെ ക്രമീകരണങ്ങൾ വന്നു കഴിഞ്ഞു. ലോകം ഒരുവന്റെ കയ്യിൽ. ഇതായിരിക്കുന്നു നമ്മുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ഇവർക്കിപ്പോൾ ചെന്നൈയിൽ നടക്കുന്ന ക്രിക്കറ്റ് കളി കാണണം. ചെന്നൈയിൽ നടക്കുന്ന ക്രിക്കറ്റ് കളി കാണാൻ ഇവരുടെ പൈസയില്ല. അമ്മച്ചോട് പറഞ്ഞു 40,000 രൂപ വേണം. പ്ലെയിൻ ടിക്കറ്റ് 15,000, ടിക്കറ്റ് 25,000. ഞങ്ങൾക്ക് ചെന്നൈ കളി കാണാൻ. അമ്മ പറഞ്ഞു കോവിഡ് കഴിഞ്ഞ് പൈസ ഇല്ല. കാട്ടാക്കട പോയി 1000 രൂപയ്ക്ക് ലോൺ എടുത്ത് ഒരു മൊബൈൽ മേടിച്ചു, ടച്ച് മൊബൈൽ. 300 രൂപ BSNL ചാർജ് ചെയ്തപ്പോൾ തേക്കുപാറയിലെ മരത്തെ കയറിന് കൊച്ചുങ്ങൾ ഒറ്റയടി WW ട്രാൻസ്പോർട്ട്. ചെന്നൈ കിടക്കുന്ന ക്രിക്കറ്റ് കളി ഇതാ കിടക്കുന്നു. സ്വോത്രം.
തീർന്നില്ല. ഇനി അടുത്തത് കള്ളിക്കാട് ഒരു അമേരിക്കക്കാരൻ അച്ചായൻ നല്ല വീട് പൂട്ടിയിട്ടേക്കുക. സൗകര്യം ബാബുക്കുട്ടിയുടെ താക്കോൽ കൊടുത്തിട്ടുണ്ട്, ഒരു ക്യാമറയും വെച്ചിട്ടുണ്ട്. ന്യൂയോർക്കിൽ രാവിലെ അച്ചായൻ എഴുന്നേറ്റപ്പോൾ ബാബുക്കുട്ടി വീട് തുറക്കുന്നു. ഉടനെ അച്ചായൻ ക്യാമറയെ കൂടെ കണ്ടിട്ട് വാട്സപ്പ് വഴി ബാബുക്കുട്ടിയെ വിളിക്കുന്നു. ബാബുക്കുട്ടി ബ്രദറെ, എഴുത്തെടുക്കാനാണോ കറണ്ട് ബില്ലെടുക്കാനാണോ വന്നതെന്ന്. സ്വോത്രം. അച്ചായ ഇരിക്കുന്ന ന്യൂയോർക്ക്, വീട് കള്ളിക്കാട്. നേരെ ക്യാമറ വഴി വാട്സപ്പ് വഴി ഫോൺ ചെയ്യുന്നു. ഇന്റർനെറ്റ്. നാലാമത്തെ സംഭവം എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞു. ചെറുപ്പക്കാരൻ കുവൈറ്റിലെ കൊക്കക്കോള കമ്പനിയിൽ അവൻ സ്റ്റോർ കീപ്പറാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ പോയി. അപ്പോൾ പെൺകുട്ടിക്ക് ഒരു ഗർഭധാരണം. സംശയം. അമ്മ കുഞ്ഞുമായിട്ട് കാരക്കോണം മെഡിക്കൽ കോളേജിൽ പോയി. ഗൈനക്കോളജിസ്റ്റ് കണ്ട് കാര്യമെല്ലാം ചോദിച്ചിട്ട് ആ കുഞ്ഞിനോട് പറഞ്ഞു 1000 രൂപ കെട്ടിവെക്കണം, താഴെ പോയി അൾട്രാസൗണ്ട് എടുക്കണം, ഞാൻ തുണ്ട് തരാം. ഈ പെൺകുട്ടി 1000 കെട്ടിവെച്ച് അമ്മയായിട്ട് അവിടെ ചെന്നു. പെൺകുട്ടി അൾട്രാസൗണ്ട് എടുക്കാൻ കയറി കടന്ന് മമ്മിയെ പുറത്ത് നിർത്തി. ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നു. വെള്ളപ്പ് കോട്ടിട്ട പെൺകൊച്ച്. ഈ കൊച്ചിൻ്റെ വയറ്റിൽ കൂടി ഞാൻ സ്കാനർ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കമ്പ്യൂട്ടർ തെളിഞ്ഞു വരുന്നു, ഒരു കുഞ്ഞ് വളരുന്നു. ഉടനെ പെൺകുട്ടിയോട് പറഞ്ഞ്, നല്ല അരുമயான വിശേഷം, നിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞിതാ വളരുന്നു. അപ്പൊ ചേട്ടൻ എവിടെ? അവൾ പറഞ്ഞ്, ചേട്ടൻ കുവൈറ്റിൽ കൊക്കക്കോള കമ്പനിയുടെ ഓപ്പറേറ്ററാ. അപ്പൊ ചോദിച്ചു, വാട്സപ്പ് ഉണ്ടോ, മെയിൽ ID ഉണ്ടോ? മമ്മിയുടെ മൊബൈൽ എടുക്കാൻ പറഞ്ഞ് ഞാൻ മമ്മിയുടെ കൊടുത്തേക്ക് വന്ന് ആ മമ്മിയുടെ മൊബൈൽ എടുത്ത് അവിടെ ഇരിക്കുന്ന റേഡിയോളജി ഡോക്ടർ ഒരു വയർ കുത്തിയിട്ട് ഒറ്റ ഞെക്ക് കീക്കി കൂക്കു. കുവൈറ്റിൽ ഇരിക്കുന്ന തൻ്റെ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണുന്നു. ലോകം വിരൽ തുമ്പിൽ. ഇൻഫർമേഷൻ ടെക്നോളജി. 5ാമത്തെ സംഭവം കേട്ടോണം. ഇതിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടരുത്. ഇന്ന് രാത്രി ഇവിടെ വരാൻ പോകുന്നൊരു വലിയ സംഭവമാണ്. സർജറി 5G. കേട്ടോണം, സർജറി 5Gയിലേക്ക്. ഇവിടെ നിന്നൊരു ചെറുപ്പക്കാരന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നിംസ് മെഡിസിറ്റി കൊണ്ടുപോയി. 11 മണിയായി. ഉടനെ അവർ നോക്കി, ആൻജിയോ എടുത്തു. പറഞ്ഞു, ഒരു ബൈപ്പാസ് ചെയ്യണം, ഒരു പൈപ്പ് മാറ്റണം. ഒരു പൈപ്പേ ഉള്ളൂ, 2 മണിക്കൂർ കൊണ്ട് ചെയ്യാൻ പറ്റും. ആ സമയത്ത് യവനെ കയറ്റി അനസ്തേഷ്യ കടത്തി. വീണ്ടും ഒരിക്കൽ കൂടി ECG എടുത്തപ്പോൾ ഒരു വല്ലാത്ത വേദന. 2ാമത് അവർ ചെക്ക് ചെയ്തപ്പോൾ 2 ബ്ലോക്ക്. ജൂനിയർ സർജൻ പറഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് നടക്കത്തില്ല, എനിക്കൊരു അഡ്വൈസ് വേണം. നിംസിലെ ഏറ്റവും നല്ല ഡോക്ടർ മധു ചന്ദ്രശേഖർ, അദ്ദേഹം എവിടെ ഇരിക്കുന്നു? ചെന്നൈയിൽ അപ്പോളോയിൽ ഇരിക്കുന്നു. സിസ്റ്ററോട് പറഞ്ഞ് ലൈവ് കൊണ്ടുവരുവാൻ. ഈ കുഞ്ഞ് ക്യാമറ എടുക്കുന്നോലെ. ചെറുപ്പക്കാരൻ കിടക്കുന്നത് നിംസിൽ, കാണുന്നത് ചെന്നൈയിൽ. അപ്പോളോയിൽ ഇരുന്ന് ഈ കീറി മുറിച്ച ശരീരത്തിന്റെ ഭാഗം കണ്ട് മധു ചന്ദ്രശേഖർ നിംസിലോട്ട് ജൂനിയറിനോട് പറയും, ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ ശരിയാക്കണം. സിസ്റ്ററോട് പറയും, അവസാനം പാച്ചടിച്ചിട്ട് ഒറ്റ ഒട്ടിയിൽ ഒട്ടിക്കാം. സ്വോത്രം. കിടക്കുന്നത് നിംസ്, കാണുന്നത് ചെന്നൈ. ഡോക്ടർ മൊബൈലിൽ കൂടെ, ഇനി ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന വാർത്ത, പാറശാല ചെല്ലണം, ദേവി ഹോസ്പിറ്റലിൽ കാണും. എന്താ? റോബോട്ട് സർജറി. നെയ്യാർ മെഡിസിറ്റി കാണും, റോബോട്ട് സർജറി. അത് കഴിഞ്ഞ് SP-യിൽ കാണും, റോബോട്ട് സർജറി. കിംസിലും നിംസിലും ഒരു ബോർഡ് വെച്ച് കമ്പ്യൂട്ടറിന്റെ പടവും വെച്ചിട്ട് പറയും, റോബോട്ട് സർജറി. വരാൻ പോകുന്ന സംഭവം. രോഗി അവിടെ കടന്നാൽ മതി. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുനിന്ന് സ്പെഷ്യലിസ്റ്റിനെ പ്ലെയിനകത്തൊന്നും കൊണ്ടുവരണ്ട. അവർ ലൈവായി പറഞ്ഞു, റോബോട്ടുമായിട്ട് ഇന്ന് സർജറി ഇവിടെ വരുന്നു. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കൂ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ WW. ബൈബിളിനകത്ത് 5W ഉണ്ട്. ഇടവേളയിലേക്ക് പോകാൻ പോകുന്നു. പിന്നെ 20 മിനിറ്റ് വരെ വായിച്ചു തുടങ്ങാം. www വേൾഡ് വൈഡ് വെബ്സൈറ്റ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു ബൈബിൾ. വായിക്കാം. വെളിപ്പാട് 13, 3, 4, 5, 6, 7 വാക്യങ്ങൾ. വായിച്ചിട്ട് മക്കളെ, വെളിപ്പാട് 13, 3, 4, 5, 6, 7 വാക്യങ്ങൾ വായിക്കാം. അതിന്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. മുറിവിന്റെ ഇംഗ്ലീഷ് ഉണ്ട്. കമ്പ്യൂട്ടർ റിലേറ്റഡ് ടു W. 1ാമത്തത് മുറിവേറ്റ സമൂഹത്തിൽ നിന്ന് അവൻ വരും. 2ാമത്തത് വായിക്കാം. അതിന്റെ മരണകരമായ മുറിവ് പുറത്തുപോയി. മരണകരമായ സിറിയായി വരാൻ പോകുന്ന മുറിവ് പുറത്തുപോയി. അടുത്തത്, സർവ്വഭൂമിയും മൃഗത്തെ കണ്ടു വിസ്മയിച്ചു. വിസ്മയത്തിന്റെ മലയാളം അതിശയം, അതിശയത്തിന്റെ ഇംഗ്ലീഷ് വണ്ടർഫുൾ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കമ്പ്യൂട്ടർ ബൈബിളും വണ്ടർഫുൾ. അടുത്തത് വായിക്കാം. മൃഗത്തിന് അധികാരം കൊടുത്തത് കൊണ്ട് മഹാസർപ്പത്തെ നമസ്കരിച്ചു. നമസ്കാരം മലയാളം, ആരാധന ഇംഗ്ലീഷ് വർഷിപ്പ്. കുഞ്ഞ് വായിച്ചത് 3W ആയി. 1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3ാമത്തത് വർഷിപ്പ്. അടുത്തത് വായിക്കാം. മൃഗത്തോട് തുല്യനാർ. അതിനോട് പൊരുതുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു മൃഗത്തെയും നമസ്കരിച്ചു. അടുത്ത വാക്ക്. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ് അതിന് ലഭിച്ചു. സാത്താൻ ലോകത്തോട് സംസാരിക്കുക. അതിന്റെ പേരാ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ഗൂഗിൾ. വഴിയും കാര്യമെല്ലാം പറഞ്ഞിരുന്നത് ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ഗൂഗിൾ. സാത്താൻ ലോകത്തോട് സംസാരിക്കും. അടുത്ത വാക്ക്. 42 മാസം പ്രവർത്തിപ്പാൻ അധികാരവും ലഭിച്ചു. വായിൽ നിന്ന് വരുന്ന വാക്കിന്റെ പേരാ വേട്. ഇപ്പൊ എത്രയായി?
1 വൂണ്ട്, 2 വണ്ടർഫുൾ, 3 വർഷിപ്പ്, 4 വേഡ്. അവന്റെ ശബ്ദം ലോകം കേൾക്കും. അടുത്ത വാക്ക് അത് ദൈവത്തിന്റെ നാമത്തെയും അവന്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദൂഷിപ്പാൻ ദൈവദൂഷണത്തിനായി വായ് തുറന്നു. ദൈവദൂഷണത്തിനായി പിശാച് ബോസ്കു അവന്റെ അപ്പൻ. അടുത്ത 5ാമത്തെ W വായിക്കാം. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത്. അവിടെ നിൽക്കട്ടെ മോളെ, ബാക്കി ഞാൻ പറയുമ്പോ യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് ആര് പറയും? യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് കരമുയർത്തി ആര് പറയും? യുദ്ധത്തിന്റെ ഇംഗ്ലീഷ് വാർ. ഇപ്പൊ ക്ലിയറായി. ഇപ്പോഴാ മൈലക്കരക്കാർക്ക് ജീവൻ വെച്ചത്. സ്വോത്രം. സന്തോഷമാകട്ടെ. പുറത്തൊരാ ചെറിയ മഴ പെയ്യുമ്പോൾ അകത്തൊരാത്മ മഴ പെയ്യട്ടെ. സ്വോത്രം. അല്ലേലിയ പറഞ്ഞുകൊണ്ടിരി. സ്വോത്രം. ദാ കിടക്കുന്ന വൂണ്ട്, വണ്ടർഫുൾ, വർഷിപ്പ്, വേഡ്, വാർ. ഇത് തന്നെ കമ്പ്യൂട്ടർ WWW. എവിടെ അധികാരം? ഇടവേളയിലേക്ക് ഞാൻ പോകാൻ പോകുന്നു. അടുത്ത വായിച്ചാട്ടെ. വായിച്ചാട്ടെ മക്കള്. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും. ബൈബിൾ ഉള്ളവരെല്ലാം എടുക്കണം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. കിടക്കുന്ന വംശം, ഗോത്രം, ഭാഷ. ഇതിന്റെ പേരാ ഏകലോക മതം. എല്ലായിടത്തും അധികാരം. ഒരു മതത്തെ ഞാൻ കുറ്റം പറയത്തില്ല, എല്ലാവരെയും സ്നേഹിക്കുന്നു. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടെ എത്തിയിരിക്കുന്നു? ഇറാഖിലെത്തിയിരിക്കുന്നു. വംശം, ഗോത്രം, ഭാഷ. 2ാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധണം. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഏകലോക മതം. കമ്പ്യൂട്ടർ അടിച്ചാൽ കിട്ടും ന്യൂ വേ വേൾഡ് റിലീജിയൻ. കിടക്കുന്നു മാതാ അമൃതാന്തമയി അമ്മച്ചി. പ്രൈസ് ദ ലോർഡ്. എല്ലാം കൊടുത്തു കഴിഞ്ഞു. തീരാൻ പോവാ. സ്വോത്രം. എല്ലായിടത്തും അധികാരം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എവിടായി നിൽക്കുന്നതെന്നറിയാമോ? തുർക്കിയിലെ മസ്ജിദ്. അവിടെ നിസ്കരിക്കുന്നു. ബൈബിൾ അവിശ്വാസികളുമായി ഇണയില്ലാപ്പണ കൂടരുത്. യോഗം കഴിഞ്ഞവനെ പ്രിന്റ് എടുത്തോ. കിടക്കുന്ന അടുത്തത് സ്വാമി പ്രകാശാനന്ദ ശിവഗിരി മഠാധിപതി വത്തിക്കാനിൽ. എത്ര ക്ലിയർ. എല്ലാവരും അവിടെ ചെല്ലും. സകല ഗോത്രത്തിന്മേലും. കിടക്കുന്ന സിറിൽ മാർ ബസേലിയോസ്. അതുകൊണ്ടാണ് ഈ ബിഷപ്പുമാർ മുഴുവൻ വത്തിക്കാനിലേക്ക് പോകും. അതിന് പത്രക്കാര് ഒരു പേര് വിളിക്കുന്നു, എക്യൂമെനിക്കൽ കോൺക്ലേവ്. സകല ബിഷപ്പുമാരെയും കൊണ്ടുപോവാ. എക്യൂമെനിക്കൽ കോൺക്ലേവ് പഠിക്കണം. ഇതൊരു ഏകലോക മതം. പുള്ളിയൊന്നുമല്ല അന്തിക്രിസ്തു പറഞ്ഞുതരാം. ദാണ്ടേ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബി വന്നിട്ട് പറഞ്ഞെന്തോ? രാജകീയം ഊഷ്മളം. എന്താ പറഞ്ഞ്? നമ്മൾ അബ്രഹാമിന്റെ മക്കള്, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നല്ല കാര്യമായില്ലയോ? സ്വോത്രം. എവിടം വരായി ലോകം? ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ഇരിക്കുമ്പോൾ ക്ലിയർ മനസ്സിലാക്കണം. കത്തോലിക്ക സഭ പരമാധ്യക്ഷ അന്തിക്രിസ്തു ഒന്നുമില്ല. വരവിന്റെ ലക്ഷണങ്ങൾ. അബുദാബിയിൽ ഒരു കുടക്കീഴിൽ 3 ആലയങ്ങൾ. 1 യഹൂദന്റെ സിനഗോഗ്, 2 ഇസ്ലാമിന്റെ മസ്ജിദ്, 3 ക്രൈസ്തവരുടെ ആലയം. ഇതൊരു നിഴലെങ്കിൽ പാപ്പായുടെ സന്ദർശനത്തിൽ. ഇനി മനസ്സിലാക്കണം, ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് 6:1-2 നാളെ ചിന്തിക്കുമ്പോൾ കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിക്കുമ്പോൾ വെള്ളക്കുതിരെ കണ്ടെങ്കിൽ താമസമിനായി ഇതുപോലൊരാലയം യഹൂദന് വേണ്ടി ഉലകത്തിൽ വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യഹൂദന് വേണ്ടി അവിടെ ഒരാലയം ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. പെന്തക്കോസ്ത് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ തലമുറയിൽ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി നാരകത്തിൻ കൂടി കാലം സമീപം. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ. അടുത്ത വാക്ക് കേട്ടോ. ദാണ്ടെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാർ കുറ്റമൊന്നും പറയല്ലോ. മാർപ്പാപ്പയോട് പറഞ്ഞ് അങ്ങ് യഥാർത്ഥ ദൈവമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ. എന്തിനു നല്ല കാലം. ഇനി നാട്ടുകാർ കേൾക്കണം. മോഡി സാറേ അബുദാബിയിൽ ഒരമ്പലം ഉദ്ഘാടനം ചെയ്യാൻ പോയി. എല്ലാവരും കേൾക്കണം. 7000 കോടി. അവിടെ ചെന്നിട്ട് ഹിന്ദി പറഞ്ഞ എന്തോ ലോകം ഒരുവൻ ഭരിക്കണത്. ബായോ ബഗനോ യെ സുന്ന മംഗ अपना दुनिया के बरकत होने के लिए एक आदमी हुकूमत बैठेगा, शांति और समाधान मिलेगा. സജു ചാത്തന്നൂരല്ല, മോഡി സാർ അബുദാബി പറഞ്ഞെന്ന്. സ്വോത്രം. ഒരുവൻ ലോകം ഭരിക്കണോ. സ്വോത്രം. കണ്ടില്ലേ? ഇതെല്ലാം ഒരുവന്റെ കൈ. ദാണ്ട് മത ഏകീകരണത്തിനായി എല്ലാവരും ദാണ്ട് ഈ നോട്ട് മോനെ ലൈവ് ക്ലിയർ ആയിക്കോണം. കുറേ പോസ്റ്റ് ഇടും ആൾക്കാർ. പെന്തിക്കോസുകാരെ വിശ്വസിക്കാൻ പറ്റത്തില്ല. മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ, കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മാർപ്പാപ്പ, മാതാ അമൃതാനന്ദമയി, സ്വാമി പ്രകാശാനന്ദ, ഭൂമി വിറ്റ പടയാറ്റിൽ, കുഴിയാറ്റിൽ, തൂങ്കുഴി, എല്ലാം നിൽക്കുന്ന 4 പേരെ ഇതിൽ കാണാനില്ല. മർത്തോമക്കാരിൽ
CSIക്കാരില്ല, ബ്രദർകാരില്ല, പെന്തിക്കോസുകാരില്ല. അതിൻ്റെ അർത്ഥം പിട്ടാപ്പള്ളി പറയുന്ന പോലെ ഞങ്ങൾക്ക് ഇതുവരെ ഓഫർ വന്നില്ല, സ്വോത്രം എന്ന് ഞങ്ങൾക്ക് കവർ വരും, ഞങ്ങളും അവരുടെ കൂട്ടത്തിൽ ചാടും, അന്ന് കർത്താവ് മധ്യാകാശത്തിലും വരും, സ്വോത്രം. 4 പേര് അതിൻ്റെ കൂട്ടത്തിലില്ല. അതാ കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ കൊച്ചിയിൽ വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പലരെയും വിളിച്ചു. CSIയും മർത്തോമായും ബ്രദറനും, അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാരും പോയിട്ടില്ല, സ്വോത്രം. ഇതെല്ലാം മനസ്സിലാക്കണം, ഒരു കോൺക്ലേവ്. അങ്ങനെങ്കിൽ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും അവൻ അധികാരം. എവിടെ അധികാരം? കണ്ടില്ലേ ഡൽഹിയിലെ കർഷക സമരം? മനസ്സിലാകുന്നവർക്കായി ഇന്നത്തെ വടക്കേ ഇന്ത്യയിലെ റിസൾട്ട് പോലും അട്ടിമറിച്ചത് ഡൽഹിയിലെ കർഷക സമരം. 14,000 കർഷകർ. ആരുണ്ടായിരുന്നു? മലയാളി ഉണ്ടായിരുന്നു, രാജസ്ഥാനി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് തമിഴനുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വടക്കേ ഇന്ത്യക്കാരനുണ്ടായിരുന്നു. 14,000 പേര് ഡൽഹിയിൽ ഇളകിയില്ലേ? എവിടെ സമരമല്ലയോ? അമേരിക്ക ജോലിക്ക് സമരം, കാനഡ പാർട്ട് ടൈം ഇല്ലാ സമരം, ബ്രിട്ടനിൽ പിള്ളേർ സമരം, ഗൾഫിൽ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടാൻ ഷേക്കിൻ്റെ കാർ തടയുന്നു. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടി സമരം ഇല്ലാതില്ല, സ്വോത്രം. അത് കഴിഞ്ഞിട്ട് അടുത്തത് കേൾക്കണോ? ഞാൻ ഈ അടുത്ത നാളുകളിൽ ഇടുക്കിയിൽ CSI സ്ഥിരമായിട്ട് കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ എവിടെ ചെന്നാലും ഈ നല്ല ആൾക്കാരെ കാണണമെന്ന് വലിയ താല്പര്യമാണ്. ഞാൻ ഈ കണ്ടിട്ടില്ല. ഇടുക്കി പെമ്പിളൈ ഒരുമൈ നടത്തിയ ഒരു സഹോദരിയുണ്ട്, സഹോദരി ഗോമതി. ഞാൻ അവിടുത്തെ പള്ളിയിൽ അച്ഛനോട് ചോദിച്ച് ഗോമതി സിസ്റ്ററെ കാണാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്താന്ന് പറയും, സഹോദരം. അച്ഛൻ പറഞ്ഞ പാസ് വിഷമിക്കേണ്ട, കാറിൽ കയറ്. ഞാനും അച്ഛനുമായിട്ട് അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവർ തമിഴേ സംസാരിക്കൂ. അച്ഛൻ പറഞ്ഞ അരുമയാന ഊളിയക്കാരൻ പള്ളിക്കുള്ള ചെയ്തി കൊടുക്കാൻ വന്ന ആളാന്ന് ചോദിച്ച്. അപ്പോൾ അവർ ചോദിച്ചു ഊളിയക്കാരൻ പേരെന്ത്? എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അച്ഛനോട് ചോദിച്ചു എന്തിനാ വന്നത്? ഞാൻ പറയും സിസ്റ്ററെ, എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ 3000 പെങ്കൊച്ചുങ്ങൾ ഒറ്റ വിസിലടിച്ചപ്പം അവിടെ മൂന്നാർ സമരത്തിനിരുത്തി. ഞങ്ങൾ 2 ലക്ഷം രൂപയുടെ പോസ്റ്റർ പഠിച്ച് തിരുവനന്തപുരം തൊട്ട് കളിക്കുക വരെ ഒട്ടിച്ച 300 പേരെ കസേര ഇരിക്കാൻ കിട്ടത്തില്ല, സ്വോത്രം. എങ്ങനെ ഇരുത്തി? സഹോദരി എന്നോട് പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ ഉളിയക്കാരാ, ഇനി ഞാൻ ഒരു മിസ് കാൾ പോട്ട വാട്സപ്പ് അടിച്ച 5000 പെൺകളെ ഞാൻ മൂന്നാറി ഇറക്കും, സ്വോത്രം. സഹോദരി ഗോമതി. ആ സമരത്തിന് ആരാ പോയത്? നമ്മുടെ VS അച്യുതാനന്ദൻ അവിടെ ചെന്നില്ലേ? അസാധ്യമായിട്ടൊന്നും എനിക്കുമില്ലെന്ന്, സ്വോത്രം. എല്ലാത്തിൻ്റെ പരിപ്പ് വട തിന്നിട്ടേ പുള്ളി, സന്തോഷമില്ലല്ലോ, സ്വോത്രം. കണ്ട, ഇന്ന് രാത്രി എല്ലാവരും ഇളകിക്കഴിഞ്ഞു. കർഷകരിളകി, മതമിളകി, സംഘടന ഇളകി, തൊഴിലാളികൾ ഇളകി. ഈ ഇളക്കത്തിൻ്റെ നടുവിൽ ഇടവേളയിലേക്ക് ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെ ഇളക്ക്, ഞാൻ ഭൂമിയെ ഇളക്ക്, ഞാൻ കരയെ ഇളക്ക്, ഞാൻ കടലിനെ ഇളക്ക്, ഞാൻ സകല ജാതികൾ. ഡൽഹിയിൽ കർഷക സമരത്തെ ഇളക്കെങ്കിൽ സകല ജാതികളുടെ മനോഹര വസ്തു വരാറായി. നാരകത്തിൻ കുഴിയെ ആരാ സകല ജാതികളുടെ മനോഹര വസ്തു? യേശു ക്രിസ്തു പെന്തക്കോസുകാരൻ്റെ ദൈവമല്ല, യേശു ക്രിസ്തു CSIക്കാരൻ്റെ ദൈവമല്ല, യേശു ക്രിസ്തു മർത്തോമാക്കാരൻ്റെ ദൈവമല്ല, യേശു ക്രിസ്തു ബ്രദറൻകാരൻ്റെ ദൈവമല്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ഇന്ന് രാത്രി ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ മുതലാവത് രാത്രി കറുത്തവൻ്റെ ദൈവമല്ല, വെളുത്തവൻ്റെ ദൈവമല്ല, പണ്ഡിതൻ്റെ ദൈവമല്ല, പാമരൻ്റെ ദൈവമല്ല, മുതലാളിയുടെ ദൈവമല്ല, തൊഴിലാളിയുടെ ദൈവമല്ല, ദരിദ്രൻ്റെ ദൈവമല്ല, ധനവാന്റെ ദൈവമല്ല. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാ എന്നെ ഒന്ന് കഴുകണമെന്ന് ആരിന്ന് രാത്രി കരമുയർത്ത് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. The fasted in this evening we are praying together. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദര സഹോദരി, നീ പുണ്യ സ്ഥലങ്ങൾ തേടണ്ട. ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഒരു സംഘടനയുടെ പ്രസംഗമല്ല. നിന്നെ അക്കര നാട്ടിലെത്തിക്കുന്ന നിത്യവചനം കേട്ട് ഇന്ന് രാത്രി റോഡിലോ വീതിയിലോ ഓൺലൈനിലോ യേശു എൻ്റെ ഏക രക്ഷകൻ, അവൻ എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതി രാജാവായി മടങ്ങി വരാറാ. ഇന്ന് രാത്രി കരമുയർത്തി അവന്റെ നാമത്തെ നീ ഉൾക്കൊള്ളുന്നെങ്കിൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ വരാറായി. ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ഒരുവൻ ലോകഭരണത്തെ ഇന്റർനെറ്റുമായി പിടിക്കാൻ വരുന്നു. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ആര്? വേഗത്തിൽ. പലരും പറയുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ആൻറ്റി ക്രൈസ്റ്റ് എന്ന്, ചിലർ പറയുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആൻറ്റി ക്രൈസ്റ്റ്. അതൊന്നുമല്ല. ആരാദ്യം വരും? ഉൽപ്പത്തി 49:10 വചനം പെട്ടെന്ന് വായിച്ചു. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അപ്പൊ ആരാ ആന്റി ക്രൈസ്റ്റ്? ആദ്യം
ആന്റി ക്രൈസ്റ്റും അവൻ്റെ അമ്മായിയപ്പനും അല്ല വരുന്നത് കേട്ടോ. യഹൂദന്മാരുടെ ഇടയിൽ ദാണ്ട് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദായിൽ നിന്ന് രാജാക്കന്മാരുടെ രാജാവായി കർത്താവായി യേശു ക്രിസ്തു മടങ്ങി വരും. 7 വർഷം ഭരിക്കുവാൻ ആന്റി ക്രൈസ്റ്റാര് പെന്തിക്കോസുകാർ പലരും പോസ്റ്റ് ഇടാറുണ്ട്. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ മേലാ പറയരുത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ചിലർ പറയാറുണ്ട്. അമേരിക്കയുടെ ബരാക് ഒബാമയെന്ന് പറയുന്നുണ്ട്. ഇവരൊന്നുമല്ല ആന്റി ക്രൈസ്റ്റ്, സിറിയക്കാരൻ. വായിക്കാം ഉൽപ്പത്തി 49:17 അവസാന ഭാഗങ്ങളിലേക്ക് വായിച്ചാട്ടെ. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവും ആകുന്നു. സിറിയക്കാരനായി ഇസ്രയേലിന്റെ ഗോത്രത്തിൽ നിന്ന് ഒരുവൻ പോയി ആവർത്തന പുസ്തകം കഴിയുമ്പോൾ അവന്റെ പേരാ ദാൻ. ദാനിന്റെ കുതിരകളുടെ ചിറാലിപ്പ് മുഴങ്ങുന്നു. ആ കുതിരകളോ എതിർ ക്രിസ്തുവിന്റെ മിലിറ്ററിയും സിറിയായും. തീർന്നില്ല. വെളിപ്പാട് പുസ്തകം വരുമ്പോൾ ദാനെന്ന് പറയുന്ന ഒരു ഗോത്രമില്ല, അതിന് പകരം കയറിയേക്കുന്ന മനസ്സേ കണ്ടോ. താരതമ്യേന അങ്ങനെയെങ്കിൽ ആ അമേരിക്കക്കാരനല്ല, കത്തോലിക്ക സഭ പരമാധ്യക്ഷനല്ല, അവരൊക്കെ വഴി ഒരുക്കുന്നു. എതിർ ക്രിസ്തു സിറിയയിൽ നിന്ന് അവൻ ഭരണത്തിൽ വന്നാൽ 2 സയൻസും ബൈബിളും കഴിയുമ്പോൾ ഈ രാത്രി അവസാനിപ്പിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ ഗൂഗിളിലേക്കും ഓൺലൈനിലേക്കും വായിക്കാം. ദാനിയേൽ 7-8 വാക്യങ്ങൾ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. ഈ മൃഗം എന്ന് പറയുമ്പോൾ പലർക്കും സംശയമുണ്ട്, ഇനി വരാൻ പോകുന്ന പുള്ളി വല്ല കരടിയോ പുലിയോ. അതല്ല. ബൈബിളിലെ പ്രവചന ഭാഷ മൃഗം ഭരണാധികാരിയാ. ഹേരോദാവിനെ യേശു പറഞ്ഞ കുറുക്കനോട് പറയുവാൻ. അടുത്ത വാക്ക് വായിച്ചിട്ട് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണങ്ങളെ ചവിട്ടിക്കളയും. ഒരു നിമിഷം നിങ്ങൾ ഇവിടെ ശ്രദ്ധയോടെ ഇരിക്കണം. ദാനിയേൽ കണ്ട ദർശനമായത്. ദാനിയേലിന്റെ 7-8 വരാൻ പോകുന്ന കാലം. തല തങ്കം നെബൂഖദ്നേസർ, നെഞ്ചും കൈയും വെള്ളി, ദാര്യാവേശും കോരശും, വായിൽ 3 വാരിയല്, ലിബിയ, ജോർദാൻ, ഈജിപ്റ്റ്. ബൈബിളും പ്രവചനവും. അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, കാലിൻ്റെ തൊട റോം ഭരണകൂടം. അത് കഴിഞ്ഞ് ഇന്നത്തെ ഭരണമാ ഇരുമ്പും കളിമണ്ണും. അതിൻ്റെ പേരാ ജനാധിപത്യ ഭരണം. കണ്ടില്ലേ, മോഡി സാറിന് സീറ്റ് കുറഞ്ഞപ്പോൾ TDPയുടെ അടുത്ത നേതാക്കളെ ബൈറ്റോ ചായ് പീവോ. സന്തോഷമില്ലല്ലോ, സ്വോത്രം. ഇതാ ഇരുമ്പും കളിമണ്ണും. ഒരുത്തം മതിലിയാടത് പ്രൈസ്തലോട് കൂടി തിരുത്തുന്നതാ ജനാധിപത്യ ഭരണം. ഇത് കഴിഞ്ഞാൽ 10 കൊമ്പിന്റെ ഭരണം. ഒരുവൻ ലോകം ഭരിക്കും. ക്ലിയർ ആവും. അടുത്ത വായിച്ചോ. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇന്നത് പണ്ടത്തെ മൃഗങ്ങൾ, ഹിറ്റ്ലർ, മുസോളിനി, ലോകത്തെ സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഇതാ യൂറോപ്പ് എഴുന്നേറ്റ് വരും. അടുത്ത വാക്ക്. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. 10 കൊമ്പ്. വെളിപ്പാട് 10 കൊമ്പ്. മതി, ഒരു സെക്കൻഡ് മാറ്റല്ലേ മക്കളെ. യൂറോപ്യൻ യൂണിയനൊക്കെ 991 വന്ന് ഇന്നേക്ക് 2500 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിൽ ഒരഭിഷിക്തൻ കടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, യൂറോപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം ഇവിടെ വരും. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാ ബൈബിളിന്റെ വിശ്വസ്തത. യഹോവയുടെ പുസ്തകത്തിൽ തിരഞ്ഞാൽ കിട്ടാത്ത വല്ല കാര്യമുണ്ടോ? രാത്രി വചനം മനസ്സിലാക്ക്. കാലവിടം വരെത്തി 2 സയൻസ് ഇതിനകത്ത് വായിക്കാം. അടുത്ത വാക്ക്. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ കൊമ്പ് വായിച്ചോ മോളെ. അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതാ എതിർ ക്രിസ്തു ലോകഭരണം. അവനടുക്ക വാതുക്കൽ. രാത്രി വീട്ടിൽ ചെന്ന് ഗൂഗിൾ അടിച്ചാൽ മതി. ന്യൂ വേൾഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം അതിൽ എഴുതി വരും. മുഴുവൻ ഇംഗ്ലീഷാ, മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാം. ഏകലോക ഭരണം വരും. അത് ഈ 2 സയൻസ് പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കാം. വായിക്കാം അടുത്ത വാക്ക്. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഈ വാക്ക് കേൾക്കണം. 3 കൊമ്പ് പറയണം. 1 രാജാധിപത്യം, അതാ ഗൾഫിലെ ഭരണം. 2 ജനാധിപത്യം. 3 ഏകാധിപത്യം. കരമുയരാം. ഇന്നത്തെ ലോകത്തിലെ ഭരണം ഇതാ. ഇത് 3 തകരണമെങ്കിൽ അച്ചായ അമ്മാമ ഇവിടെ ഒരു സംഭവം വരണം. കസേരകളിയല്ല, സാമ്പത്തിക മാന്യം. കരമുയർത്തുന്നവർക്കായി. ഒറ്റ രാജ്യത്തും കാശില്ല, സകലയിടത്തും കാശില്ല. അപ്പോൾ ലോകം ഒരുവന് പരവതാനി കൊടുക്കും. ഈ അങ്കിള് പറയും, ഞാൻ എല്ലാം ശരിയാക്കി തരാം, എനിക്ക് തരുവാൻ. അങ്ങനെ ഒരുവൻ വന്നാൽ 2 കാര്യം നടക്കും. ഇന്ന് രാത്രി, ബാക്കി നാളെ വട്ടിയൂർക്കാവിലേക്ക് വായിക്കാം മോളെ. 2 കാര്യം. കൊമ്പിൽ മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും. അവിടെ നിന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടാട്ടെ. മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും. അതാ ഇന്നത്തെ മൊബൈൽ ക്യാമറകൾ. പഴയ ടച്ച് മൊബൈൽ മാറി ഇപ്പോൾ 4Gയും 3Gയും വന്നപ്പോൾ എല്ലാവരുടെ കയ്യിലും ക്യാമറയുള്ള മൊബൈൽ. അതുകൊണ്ടല്ലേ വാട്സപ്പ് കോൾ, മെസ്സഞ്ചർ കോൾ, ട്വിറ്റർ കോൾ,
പെൺപിള്ളേർ അമ്പൂരി വണ്ടിയിൽ നിന്ന് ചേട്ടാ ചേട്ടാ, പണ്ട് ഹലോ ഹലോ എന്തൊരു വിളിയാ, ഇന്ന് ചേട്ടാ ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സന്തോഷമില്ലല്ലോ, സ്വോത്രം. എവിടം വരായി ഇന്നത്തെ മൊബൈൽ സർവീസ്. സഹോദരന്മാരുടെ മൊബൈലിൽ 2 ക്യാമറയുള്ളു. പെങ്കൊച്ചുങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേ പറയും 4 ഉള്ളത് എടുത്തേക്കാം. സ്വോത്രം പറഞ്ഞ കൂടുതൽ ക്യാമറയുള്ളൊരു മൊബൈലുമായിട്ട് പണ്ടൊരു അമ്മമ്മ കയറി. അമ്മമ്മയുടെ പേരെന്തുവെന്നറിയാമോ? ഇസബേൽ. സന്തോഷമില്ലല്ലോ. ഫേസ് വാഷും അടിച്ചിട്ട് അമ്മമ്മ മൊബൈലുമായിട്ട് ഇറങ്ങി. സ്റ്റെപ്പ് പുറകോട്ടില്ലായിരുന്നു, താഴെ വീണ് നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കള്ളപ്രമാണം ഉണ്ടാക്കി. ഇസബേലിൻ്റെ രക്തം നായ നക്കിയെന്ന ബൈബിള്. ഇന്ന് വല്ലവരും പ്രസംഗിക്കുമോ? ഇന്ന് തമിഴ്നാട്ടിൽ ഞാൻ ചിലപ്പം കന്യാകുമാരി, നാഗർകോവിൽ അവിടെ ചെന്ന ആശീർവാദം ആശീർവാദം ആശീർവാദം, വേറെ ഒന്നുമില്ല. സ്വോത്രം. കഴിഞ്ഞ ദിവസം പച്ചയ്ക്ക് അടിച്ചു കൊടുത്ത് അയ്യാമാരെല്ലായിരുന്നു കേട്ട് ന്യായവിധി. സ്വോത്രം. അതുപോലെ ഇന്ന് മൊബൈൽ എവിടം വരായി? അതല്ലേ നല്ലൊരു മൊബൈൽ പഠിച്ചില്ലേ? അതായി കോവിഡ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്ത ഒരു വലിയ കഷ്ടം. പണ്ടത്തെ കാലത്ത് ഈ ടച്ച് ഫോൺ ഉണ്ടായിരുന്നു. ദാണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ പണ്ട് ഈ കുഞ്ഞുങ്ങൾ ടച്ച് മൊബൈൽ ഒരു 5 വർഷത്തിന് മുമ്പിട്ട് വന്ന സംഭവമാണ് ടച്ച് മൊബൈൽ. അന്ന് കുഞ്ഞുങ്ങൾ ആരെങ്കിലും മൊബൈൽ വെച്ച് അമ്മമാർ കൊടുക്കും, വട്ടിയിലിട്ട് ഒളിച്ചു വെക്കുമായിരുന്നു. സ്കൂൾ അടച്ചപ്പോൾ, കോവിഡ് വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ. എത്ര ആപ്പ്? ഗൂഗിൾ ആപ്പ്, സൂം ആപ്പ്, ഫേസ് ആപ്പ്, അത് കഴിഞ്ഞ് സകല ആപ്പ്. ഇന്ന് അപ്പനും അമ്മയും മര്യാദയ്ക്കുന്നില്ല, നിങ്ങളെയും കൂടെ ആപ്പിലാക്കും പിള്ളേർ. സ്വോത്രം. അവിടം വരെ എത്തി. സ്വോത്രം. ഇനി അടുത്തത് അപ്പച്ചന്മാർ പഠിച്ചു. തമിഴ്നാട് മാർത്താണ്ഡത്തിനപ്പുറം സൂര്യകൂട്, കിരാത്തൂർ, വയലിങ്കര. ഞാൻ അവിടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. ഉലകത്തിൻ മുടിവൻ കടസിക്കാല ചെയ്തികളും. അവിടെ തലമൈ ബോധകർ 85 വയസ്സുകാരെ ഒരു അപ്പച്ചൻ. യോഗം കഴിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. അവിടെ ഞാൻ സഹോദരിയോട് പറഞ്ഞ് കട്ടൻ കാപ്പി ഇട്, തൊണ്ടവേദന എടുക്കുന്നെന്ന്. ഞാൻ നോക്കിയപ്പോൾ 85 വയസ്സുള്ള അപ്പച്ചൻ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് ആയിട്ട് കുത്തിക്കൊണ്ടിരിക്കുന്നു. സ്വോത്രം. മത്തിത്തല പിടിച്ച കൈവറയ്ക്കുന്ന അപ്പച്ചൻ രാത്രി 10:30 കീ 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 അടിച്ചുകൊണ്ടിരിക്കുന്നു. സ്വോത്രം. സാമ്പാറിനകത്ത് മല്ലിയില കണ്ടാൽ അതിന് സംശയം. എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് ചോദിക്കുന്ന അപ്പച്ചനോട് ചോദിച്ചു, അയ്യാ നൈട്ടൊക്കെ യാർക്കിട്ട് കൂപ്പിടുത്? അതുകൊണ്ടാണ് ആ പുള്ളി പറഞ്ഞു, എൻ്റെ മകൻ്റെ മകള് കൊച്ചുമോൾ UK നേഴ്സാണ്. അവൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോന്ന് ഞാൻ ഓൺലൈനിൽ അവളുമായിട്ടൊന്ന് ചാറ്റ് ചെയ്യുവാന്ന്. ഞാൻ ചോദിച്ചു രാത്രി. അവൾ മാസം തുട്ടയക്കുന്നെന്ന്, പൈസ അയക്കുന്നത്, അതുകൊണ്ട് ചാറ്റ് ചെയ്യുകയെന്ന്. സ്വോത്രം. 85 വയസ്സുകാരൻ മാർത്താണ്ഡത്ത് അപ്പച്ചൻ കീക്കി കൂക്കു അടിച്ചു തുടങ്ങി. സ്വോത്രം. റെഡി ആയില്ലയോ? അതല്ലേ ഇന്ന് ഓൺലൈൻ. ഇന്നത്തെ പരിപാടിയെല്ലാം മാറിയില്ലേ? സ്വോത്രം. പണ്ടത്തെ കാലത്തെ നാടൻ ഭാഷ. മൈലക്കര ഒരു അച്ഛനുണ്ടായിരുന്നു, തോമാച്ചായന് ചിന്നമ്മാമൻ. മോൻ ദുബായിലായിരുന്നു, മരുമോള് അവൾ നേഴ്സായിരുന്നു. ഇവർ ദുബായ് താമസിക്കും. ലൈൻ കിട്ടത്തില്ല. കാട്ടാക്കട ടെലിഫോൺ എക്സ്ചേഞ്ച് നേരത്തെ ബുക്ക് ചെയ്യും. വൈകിട്ട് 6:30 മോനുമായിട്ട് സംസാരിക്കാൻ. അവർ പറയും ഞങ്ങൾ ബുക്കിംഗ് ഏറ്റെടുത്ത് തിരുവനന്തപുരത്ത് കണക്ട് ചെയ്യും. 6:30 ആകുമ്പോൾ കോൾ വരും തോമാച്ചാന് കാട്ടാക്കടന്ന്. അച്ഛാ ലൈൻ കണക്ട് ചെയ്യുമ്പോൾ ടിക്കറ്റ് ദുബായ് വിളിച്ചോളാം. അച്ചായനും അമ്മാമ്മയും കൂടെ മൈലക്കരയിൽ നിന്ന് വിളിക്കും. അച്ചായൻ എന്നൊരു ഹലോ വിളിക്കും. ഹലോ. സ്വോത്രം. മൈലക്കരയിൽ നിന്ന് 40 വരെ കേൾക്കാം. അടുത്ത വീട്ടിലെ പട്ടിയും കൂടെ കിടന്ന് കൂട്ടിനകത്ത് കിടന്ന് കുറേയും കൂടെ സ്വോത്രം. ഹലോ വിളി കേട്ടാ. ആ കാലം പോയില്ലേ? ഇന്ന് മൈലക്കരയിൽ അച്ഛനും അമ്മമ്മയും വൈകിട്ട് 14 ലാപ്ടോപ്പ് മേശപ്പുറത്ത് വെക്കും. ചെകുത്താൻ്റെ മുള്ളുള്ളവരെ 2 മൂടം തോരിക്കുന്നു. ഒറ്റയടി ഒരു ഞെക്ക്. സ്വോത്രം. എവിടെ? ദുബായിലേക്ക്. അവിടെ ദുബായ് ലൈൻ കൊടുക്കും. ഉടനെ അവർ ഓൺലൈൻ വരും. 14 കമ്പ്യൂട്ടർ. ഉടനെ ചോദിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു, ഇവിടെ വെള്ളം വല്ലതും ഉണ്ടോ, അമ്പൂരിയിലെ ഷട്ടർ തുറന്നു, നെയ്യാർ ഡാമിൽ പന്തയിൽ എക്കലടിഞ്ഞു, ഇതെല്ലാം ചോദിക്കും. അപ്പച്ചൻ കാര്യമെല്ലാം പറയും. ലാസ്റ്റ് ചോദിക്കും, മോനെ നിങ്ങൾ വൈകിട്ട് എന്താ ചാപ്പാട്? പണ്ടാന്നേ പറയും ചുട്ട ദോശയെന്ന്. ഇപ്പം എന്താ കൊക്കക്കോളയും ചിക്കൻ കറിയും ഇതായിരിക്കുന്നു. മൊബൈലിൽ കാണാം. ഉടനെ അപ്പനോടും അമ്മയോടും ചോദിക്കും ടുഡേ സ്പെഷ്യൽ. അവർ പറയും കാട്ടാക്കട മമ്മലിൽ പോയി ഫിസിഷ്യൻ പറഞ്ഞ് ഷുഗർ കൂടുതലാണ്, ഗോതമ്പ് ഞുറുക്കും കണ്ണിമാങ്ങി കാണണ്ട. ഇതായിരിക്കുന്നു മൊബൈൽ വഴി. സ്വോത്രം. ഇതാ കോവിഡ്. നമ്മുടെ സകലരുടെ ഡേറ്റയും നമ്മുടെ ID-യും നിങ്ങളുടെ സ്ലോട്ടും കൊണ്ടുപോയെങ്കിൽ എല്ലാം ഒരുവന്റെ കയ്യിൽ. അതാ ക്യാമറ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സകല മനുഷ്യനെയും മോഡി സാറ് പറഞ്ഞ 6G അല്ല 9G വഴി അവൻ വാച്ച് ചെയ്യും. എന്നാൽ ഇന്ന് രാത്രി അവൻ്റെ ക്യാമറ നമ്മുടെ കണ്ണിന് മുൻപിൽ വെളിപ്പെടുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരുവാൻ പോകുന്നു. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രണ്ടാമത്തെ വമ്പ് പറയുന്ന വായു. വായിച്ചാട്ട് മോളെ അടുത്ത വാക്കൂടെ അവസാനിപ്പിക്കാം. വമ്പ് പറയുന്ന മനുഷ്യന്റെ കണ്ണ് പോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. അതല്ലേ ഒരു നല്ല അങ്കിൾ. അവന്റെ പേരല്ലേ ഗൂഗിൾ. വീട്ടിൽ പണിക്ക് വരുന്ന പെൺകൊച്ചിന് 800 കൊടുത്ത് ഹോർലിക്സ് ചായ കൊടുത്താൽ അവളെ കിട്ടാൻ പാടാ. 300 രൂപ കൊടുത്താൽ ഇതാണ്ട് ഗൂഗിൾ എല്ലാം ശരിയാകും. ഇതാരാ? ഇന്ത്യക്കാരൻ സുന്ദർ പിച്ച. ഈ ടെക്നോളജിയാ ഇന്ന് ലോകത്തിൽ ഏറ്റെടുത്തത്. അതിൻ്റെ അർത്ഥം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. നിങ്ങൾക്കറിയാം
മൻ കി ബാത്ത് 100 എപ്പിസോഡ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓണാശംസ. പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് മത്സരിച്ച ശശി തരൂർ ഏരിയയായി വന്നില്ല. ചിന്നമാമ രാവിലെ ഫോണെടുത്തപ്പം കൈപ്പത്തി. ആറ്റിങ്ങ മത്സരിച്ച പ്രകാശ്, അത് കഴിഞ്ഞിട്ട് അടൂർ പ്രകാശ് വീട്ടിൽ വന്നില്ല. അത് കഴിഞ്ഞിട്ട് ബി ജോയി സഖാവ് വീട്ടിൽ വന്നില്ല. നിങ്ങൾ മൊബൈലെടുത്തപ്പോൾ ഞാൻ ജോയി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ. അങ്ങനെയെങ്കിൽ എല്ലാവരോടും ഓൺലൈൻ സംസാരമുണ്ടാകും. അന്ത്യദിനം അതിനാസ്പദമായി സാത്താൻ ലോകത്തോട് സംസാരിക്കും. ഇനി ചെറുപ്പക്കാരെല്ലാം കേട്ടോണം, പഠിക്കുന്ന പെൺകുട്ടികൾ. ഇസ്രയേലിൻ്റെ താഴ്വര മെഗിദോ, അവിടെ ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. ആ കമ്പ്യൂട്ടറിൻ്റെ പേരാ ഹ്യൂമൻ വോയിസ് ട്രാൻസ്ലേറ്റർ. മനുഷ്യൻ്റെ സംസാരം മാറ്റും. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ മനുഷ്യൻ്റെ സംസാരം മാറ്റും. ഇപ്പം 2600 അവൻ മാറ്റി തുടങ്ങി. ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സത്യപ്രതിജ്ഞ സുരേഷ് ഗോപി, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നു. ആരാണ്ട് നമ്മുടെ ഇപ്പം മന്ത്രിയായ ജോർജ് കുര്യൻ പറഞ്ഞ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന്. അന്നേരം പ്രധാനമന്ത്രിയുടെ കൂടെ വന്നൊരു മലയാളിയുണ്ട്. അവൻ പറഞ്ഞ് നിങ്ങൾ ആരും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ഞാൻ ആംപ്ലിഫയർ ഇങ്ങോട്ട് ഒരു സാധനം സെറ്റ് ചെയ്ത് തരാം. പ്രധാനമന്ത്രി ഹിന്ദി സംസാരിച്ചു, തൃശ്ശൂർക്കാർ മലയാളത്തിൽ കേട്ടു. സ്വത്രം കാര്യം ക്ലിയർ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ പലരും പറയും പാസ്റ്റർ എന്തോ പ്രസംഗിക്കുന്നതെന്ന്. ജോയിസ് മേയർ എന്ന് പറയുന്ന ഒരു അമ്മാമ TV പ്രസംഗിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട്? കരമുയർത്തിയായിട്ട് ജോയിസ് മേയർ. അവർ കേരളവും കണ്ടിട്ടില്ല, കേരളത്തിൽ വന്നിട്ടുമില്ല. അവർ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൾ വേണ്ട. ഇപ്പോൾ ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ അവരെ സംസാരം. അത് കഴിഞ്ഞിട്ട് 4 മാവടി അവിടെ ഇപ്പോൾ ഒരു തമിഴ്നാട്ടുകാർ ഒരു ഉപദേശമുണ്ട്, പേര് ഞാൻ ഓർക്കുന്നില്ല, വളരെ ശക്തനായ ഉപദേശി. കഴിഞ്ഞ ദിവസം ഇസ്രയേലിലെ പിള്ളേർ പറഞ്ഞ് അദ്ദേഹം ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തമിഴ് ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യാൻ ട്രാൻസ്ലേഷൻ ആൾ വേണ്ട. 4 മാവടി സ്വത്രം. അങ്ങനെ മനുഷ്യൻ്റെ ഭാഷ കൺവേർട്ട് ചെയ്യുന്നു. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ താമസമിന ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയുടെ ഗൂഗിളിൻ്റെ സഹായത്തോടെ ദാണ്ട് അവൻ മെഗിദോ താഴ്വരയിൽ നിന്ന് ലോകത്തോട് സംസാരിക്കും. ഇന്ന് രാത്രി പൂടനാട്, മൈലക്കരയെ, നാൽപ്പരക്കുഴിയെ ഇത് കേൾക്കണം. മോഡി സാറിൻ്റെ ആശംസ, പിണറായിയുടെ ഓണാശംസ, ശശി തരൂരിൻ്റെ വോട്ട്, ബി ജോയിയുടെ സമ്മതിദാനാവകാശം നിങ്ങളുടെ മൊബൈലിൽ കേട്ടെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ മെഗിദോ താഴ്വരയിൽ നിന്നത്തെ സാറ്റലൈറ്റ് വഴി ഗൂഗിളിൻ്റെ സഹായത്തോട് സാത്താൻ ലോകത്തോട് സംസാരിക്കാൻ പോകുന്നു. ഇന്റർനെറ്റ് വഴി ആ ശബ്ദം നമ്മുടെ കർണപടങ്ങളിൽ ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് നാൽപ്പറക്കുഴിയിൽ ഒരു ശബ്ദം കേൾക്കും. അതിൻ്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഈ രാത് കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊളികൾ മുടങ്ങുവാൻ കാലമായി. അവസാന ഭാഗത്തിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ എന്തിനാ ചങ്കീറി പ്രസംഗിക്കുന്ന? ലോകം തീരാറായി. മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. ടൈറ്റാനിക് കപ്പൽ, എല്ലാവരും കേൾക്കണം. ടൈറ്റാനിക് കപ്പൽ 1910 പണിഞ്ഞത്. ഏപ്രിൽ അതിൻ്റെ യാത്ര 10-ാം തീയതി. 50,000 ഹോഴ്സ് പവർ. ക്യാപ്റ്റൻ സ്മിത്ത് അതിൻ്റെ നായകൻ. അദ്ദേഹം പറഞ്ഞ് ദൈവം വിചാരിച്ചാൽ ഇത് തകരത്തില്ല. ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനിയാണ് കപ്പൽ പണിതത്. എനിക്ക് ടൈറ്റാനിക് അല്ല പ്രശ്നം. 4 ദിവസം ആട്ടും പാട്ടവുമായി മഞ്ഞുമല കണ്ടു. കപ്പൽ തിരിച്ചു വിട്ടില്ല. വടക്ക് നോക്കി യന്ത്രം പറഞ്ഞു മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു ആര് വിചാരിച്ചാലും തകരത്തില്ലെന്ന്. മഞ്ഞുമലയെ തട്ടി കപ്പൽ പോയി. നീ ലോകത്ത് എന്തൊക്കെ കെട്ടിപ്പൊക്കിയാലും ഒറ്റ മിനിറ്റ് കൊണ്ട് ഇത് തകർന്നു വീഴും. സ്തോത്രം. ഇനി അടുത്തത് എൻ്റെ പ്രസംഗം അതല്ല. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഞാൻ വായിച്ചു. കരഞ്ഞുപോയി. അറ്റ്ലാന്റിക്കിനകത്ത് മഞ്ഞുമലയിൽ കപ്പൽ തട്ടിയപ്പോൾ ഏറ്റവും മേളിൽ മെസ്സ് ചാപ്പാട് കഴിക്കുന്ന സ്ഥലം കപ്പൽ കുലുങ്ങാൻ തുടങ്ങി. ഇവന് പിടികിട്ടി മഞ്ഞുമലയിൽ തട്ടി. ഇവൻ ആലോചിച്ചു, താഴെ അവൻ്റെ മുറിയുണ്ട്. നല്ല മുറിയിൽ തലയണയുടെ കീഴിൽ $3 ലക്ഷം ഉണ്ട്. അമേരിക്കക്കാരനാ, കറങ്ങാൻ കയറിയതാ. അവൻ വിചാരിച്ചു ഇപ്പം ഞാൻ ഓടിപ്പോയാൽ $3 ലക്ഷം ഒരു പക്ഷേ തലങ്ങണ പൊക്കി എടുക്കാൻ പറ്റും. പക്ഷെ അറിയത്തില്ല അതോടുകൂടി ഞാൻ വെള്ളത്തിനകത്ത് പോകുമെന്ന്. പക്ഷേ അവൻ്റെ മെസ്സിൻ്റെ അടുത്ത് ചാപ്പാട് കടിക്കുന്നതിൻ്റെ അടുത്ത് ഒരു ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടിരുന്നു. അവൻ ഒറ്റ ചാട്ടം. കടലിൽ ചാടിയാലും എത്ര ദിവസമെന്ന് അറിയത്തില്ല.
അവൻ്റെ പാൻറ്റിനകത്ത് അവിടെ ഇരുന്ന് 3 ഓറഞ്ചോട്ട് ഒറ്റച്ചാട്ടം. ആ ഇംഗ്ലീഷുകാരൻ എഴുതിയ ഒരു കഥയുണ്ട്. 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കപ്പലിൻ്റെ അടിത്തട്ടിൽ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ അറ്റ്ലാന്റിക്കിലെ ഉപ്പുവെള്ളത്തിൽ ഞാൻ വീണുപോയന്. എന്നാൽ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടു. അതെടുത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നാരകത്തിൻ കുഴിയോട് ഞങ്ങൾ പറയുന്നു, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീയായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ നിന്ന് ഒരു ലൈഫ് ജാക്കറ്റിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒരു വാക്കൂടെ പറഞ്ഞ് നിർത്താം, പാട്ടിലേക്ക് വായിക്കാം. ഈ വാതിൽ ആര് കണ്ടെത്തും? ഒലിവുമല പ്രഭാഷണത്തിന്റെ 7:13-14 ഗിരിപ്രഭാഷണം. ആകയാൽ വായിച്ചാട്ട് മക്കളെ, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ. ഇന്നത്തെ വാതിൽ സുവിശേഷത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ വാതിൽ കഷ്ടം കാണും, പട്ടിണി കാണും, രോഗം കാണും, ദുഃഖം കാണും, കടഭാരം കാണും. പകുതി വെച്ച് നിർത്തിക്കളയരുത്. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, ക്രിസ്തുവാകുന്ന വാതിൽ. അടുത്തത്, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും. കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് പുരയിടം എഴുതി വെച്ച് ബാങ്കിൽ നിന്ന് ലോണും എടുത്ത ചെറുപ്പക്കാരാ, നീ വീഴാൻ പോവാ, മടങ്ങി വാ. നാശത്തിലേക്കുള്ള വാതിൽ വായിച്ചട്ടെ. വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു. നാട്ടുകാരെല്ലാം അതിൽ കൂടെ കടന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഈ കൺവെൻഷനിൽ ഞങ്ങളൊരു വാതിൽ പരിചയപ്പെടുത്തുന്നു. വായിച്ചാട്ട് മോളെ. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴിഞ്ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. കരമുയർത്തുന്നവർക്ക് അത് കണ്ടെത്തുന്നവർ. കഷ്ടതയുടെയും പ്രയാസത്തിന്റെയും രോഗത്തിന്റെയും നടുവിൽ ക്രിസ്തുവാകുന്ന ഇടുക്കമുള്ള വാതിൽ കൂടി കടന്നാൽ ഇന്ന് രാത്രി കാണാതെ പോയതിനെ തേടിയല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഒരുവന് 100 ആട് 99 എണ്ണത്തിന് വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തിരഞ്ഞു വന്ന നാഥൻ ഈ കൺവെൻഷൻ കൂട്ടത്തിനകത്ത് നിന്നെ കാണുന്നു. വാതിൽ വിശാലമല്ലെങ്കിലും കഷ്ടതയുടെ കണ്ണുനീരിന്റെ കയ്പ് കാടി കുടിച്ചാലും ഈ വാതിൽ കൂടി കടന്നാൽ നീ നിത്യജീവൻ പ്രാപിക്കും. ക്രിസ്തുവാകുന്ന വാതിൽ കൂടി. നിർത്താൻ പോവുക. ഒറ്റ ഭാഗം പാടുന്ന കുഞ്ഞുങ്ങൾ തയ്യാറായിക്കോ മക്കളെ. ഇന്ന് രാത്രി പുതിയ നിയമത്തിൽ ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. എല്ലാവരും കേൾക്കണം, നല്ല കഥ. ഇതാ കർത്താവിൻ്റെ വരവൊന്നുമല്ലോ നമ്മുടെ പ്രസംഗം, ഇത് കേൾക്കണം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവൻ്റെ പേര് നല്ല കുഞ്ഞ്, മറ്റവൻ്റെ പേര് ധൂർത്തുപുത്രൻ. ആ ധൂർത്തുപുത്രനെ ഞങ്ങൾ പെന്തിക്കോസിൽ ഉപദേശിമാരെ വിളിച്ചു മുടിയൻ, കൂടിയൻ, കൊള്ളരുതാത്തവ, ഏതൊക്കെ പേര് വിളിക്കാമോ വിളിച്ചു. സ്വോത്രം. അവൻ്റെ സ്ഥലം എവിടായിരുന്നു? മൈലക്കരയായിരുന്നു. അവൻ അപ്പൻ്റേത് സ്വത്ത് മേടിച്ച് അവിടെ പോയെന്നറിയാം, മാർത്താണ്ഡം, നല്ല സ്ഥലം. അവിടെ പോയി ബാർ ഹോട്ടൽ തുടങ്ങി, വണ്ടിക്കച്ചവടം തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോൾ മുടിയാൻ കാലത്ത് കോവിഡ് വന്ന പോലെ വന്നു. സ്വോത്രം. എല്ലാം പൊട്ടി. ഇവൻ്റെ ബാറും പൊട്ടി, ഇവൻ്റെ കച്ചവടവും പൊട്ടി, ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. അവസാനം ഒരു ഉടുപ്പ് മുണ്ടുകൊണ്ട് തോവാളയ്ക്ക് പോകുന്ന നട്ടാല റൂട്ടിൽ കൊണ്ടുപോയി ഇവൻ്റെ കൂട്ടുകാർ പെട്ടിയാട്ടോയി പന്നിയുടെ കൂട്ടത്തിൽ കൊണ്ടിട്ട്. എല്ലാവരും കേൾക്കണം. സ്വോത്രം. പോയത് ഒരു ഉടുപ്പ് ഒരു മുണ്ടുമായിട്ട് 3 വർഷം പന്നിയുടെ കൂട്ടത്തിൽ കിടന്നപ്പോൾ നമ്മുടെ കൺവെൻഷൻ നാരകത്തിൻ കൂടി അനൗൺസ്മെൻറ്റ് കൊടുത്തോലെ തമിഴ്നാട് TPM ഒരു അനൗൺസ്മെൻറ്റ്, ഉലകത്തിൻ മുടിവൻ കടസിക്കാല ചെയ്തികൾ, അതുക്ക് മേലെ ജാതി, ജാതിയോടും രാജ്യം, രാജ്യത്തോട് ഇറാഖ് യുദ്ധം, ഇറാൻ യുദ്ധം, ഇതെല്ലാം അനൗൺസ്മെൻറ്റ് കേട്ടപ്പം യവന് പിടികിട്ടി ലോകം തീരാറായി. പണ്ട് നമ്മുടെ മൈലക്കരയും പൂർണ്ണാട് കൺവെൻഷൻ കേട്ടവനാ യവൻ പന്നിക്കല്ല ഒരു പ്രൈസലോട് കൊടുത്ത് ഞാൻ പോവുകയെന്ന്. 1-ാം ദിവസം ഒരു വടിയും കോലുമായിട്ട് നടന്നു. എവിടെ വന്നെന്നറിയാമോ? മാർത്താണ്ഡത്ത് വന്ന് അവിടെ അങ്ങ് കടന്നു. സ്വോത്രം. പിന്നെ നടക്കാൻ വയ്യ. 2-ാം ദിവസം വെളുപ്പിന് എഴുന്നേറ്റ് നടന്നു. പിടിച്ച് കൂടിത്തറ പതി കളിക്കാവിള വന്നു. 3-ാം ദിവസം വേച്ച് വെള്ളറട വന്നു. സ്വോത്രം. 4-ാം ദിവസം വെളുപ്പിനേ ഇറങ്ങി. എവിടത്തേക്കാ? നേരെ കൊടപ്പനമൂട് വഴി മൈലക്കരയ്ക്ക്. 10 മണിയായപ്പോൾ അച്ഛനും അമ്മയും കാപ്പി കുടിച്ച് കഴിഞ്ഞപ്പോൾ CC ക്യാമറ നോക്കിയപ്പോൾ ദാ വരുന്ന മുടിയൻ പുത്രം വേച്ച്. ഇന്ന് മൈലക്കരയിലെ തോമാച്ചാനും ചിന്നമ്മാമയാണ്. തോമാച്ചൻ പറയും വാഗണറിൻ്റെ ചാവിഞ്ഞെടും പുറകെ കൂടെ ഗേറ്റ് തുറക്ക്. ആ മുടിഞ്ഞവൻ പിന്നെയും വരുന്നു, നമുക്ക് സ്ഥലം വിടാന്ന്. സന്തോഷമില്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ കണ്ടിട്ട് പുറം വാതിലിൽ കൂടെ വാതിൽ അടച്ചു പോയവനല്ല, മടങ്ങി വരുന്നവനെ കണ്ടിട്ട് വാതിൽ തുറന്നു കൊടുത്ത് സ്വീകരിക്കുന്ന ഒരപ്പച്ചന് ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി. അപ്പനോട് അവൻ വന്ന് പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. പ്രസംഗം തീരുന്നില്ല. അപ്പൻ എന്താ പറഞ്ഞെന്നറിയാമോ? എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, അവൻ മടങ്ങി വന്നു. ഇതാ കാൽവറിയിലെ സ്നേഹം. ആരായവനെന്നറിയാം? 3 വർഷം പന്നിയുടെ കൂട്ടത്തിൽ ഒരു ഉടുപ്പ്, പന്നിയുടെ ചാണകം, പന്നിയുടെ മൂത്രം എല്ലാം ഉള്ള ഉടുപ്പാ. അവൻ്റെ നിറം നോക്കാതെ
മണം നോക്കാതെ, ഉടുപ്പിന്റെ കളർ നോക്കാതെ, അവന്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി തീർക്കാതെ മടങ്ങി വന്നവനെ മാറോട് ചേർക്കുന്ന കാൽവറിയിലെ സ്നേഹത്തെ ഇന്ന് രാത്രി ഞങ്ങൾ പട്ടണത്തിൽ പരിചയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. താങ്കൾ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ വരണ്ട. മുടിയൻ പുത്രൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു, നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഇന്ന് രാത്രി പക്ഷെ ആ ഉടുപ്പുമായിട്ട് അവന് മണിയറയിൽ കടക്കാൻ കഴിഞ്ഞില്ല. അപ്പൻ പറഞ്ഞു, ഇവനെ ധരിപ്പിക്കാൻ ഒരു വിശേഷ വസ്ത്രം കൊണ്ടുവരുവാൻ. ആ വസ്ത്രത്തിന്റെ പേര് രക്ഷയുടെ വസ്ത്രം. ഒന്നാമത്തെ യാദം ഏദനിനകത്ത് പാപത്താൽ നിറയപ്പെട്ട് തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ നാരകത്തിന് കുഴിയിൽ ഒടുക്കലത്തെ യാദം തന്റെ ദേഹമെന്ന തിരശീല കാൽവറിയിൽ ചിന്തിയെങ്കിൽ, തന്റെ രക്തം നമുക്കായി ഒടുക്കപ്പെട്ടെങ്കിൽ, ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ മണിയറയിൽ കൊണ്ടുപോകാൻ എന്റെ നാഥൻ വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തന്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഇന്ന് വരെ സുവിശേഷ പ്രസംഗം അനവധി കേട്ടിട്ടും രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്കാതെ ലോകത്തിന്റെ മോഹത്തിനകത്ത് വീണു പോകുന്ന സഹോദരാ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം. എന്നാൽ ഇന്ന് രാത്രി മരണം പിടിക്കുന്നതിന് മുമ്പ് മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കല്ലറയുടെ അപ്പുറത്ത് നിന്നെ മാടി വിളിക്കുവാൻ 10,000 പേര് സുന്ദരനായി യേശു വരാറായി. ബാക്കി നാളെ ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ. ഇന്ന് രാത്രി ഇന്റർനെറ്റിന്റെ അതിപ്രസരം സകലരെയും ക്യാമറ കൊണ്ട് കാണും. ആ കണ്ണുകൊണ്ട് കാണുന്നതിന് മുമ്പ് ഹല്ലേലൂയ, അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തന്റെ മക്കളെ ചേർക്കുവാൻ വരും. അവന്റെ ശബ്ദം നമ്മുടെ ചെവികളിൽ ഗൂഗിളിന്റെ സഹായത്തോടെ മുഴങ്ങുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കർത്താവിന്റെ ഗംഭീരനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഒരു ചരണം പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. നല്ല രാത്രി നമ്മുടെ കർത്താവ് വരാറ്. എല്ലാ കരങ്ങളും അടിച്ച് ഈ ഗച്ഛാനക ബൗഡ മനാദന ബന്ധൽക്കമൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ.